പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങളുടെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ മീറ്റിംഗ് ഇൻ BGM. ഇവിടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെ ദൈവം അറിയും. അല്പസമയം കർത്താവിൻ ദാസനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര സുന്ദരനാണ്, അവനെക്കുറിച്ച് വർണ്ണിച്ചാൽ തീരുകയില്ല. ശൂലങ്കാരത്തിൽ എൻ്റെ മണവാളൻ, അതെ എനിക്കുള്ളവൻ, എൻ്റെ പ്രിയൻ, 10,000 സുന്ദരൻ. ആ കർത്താവിൻ്റെ അതേ മുഖത്തെ ദർശിച്ചുകൊണ്ട് ആത്മകണ്ണുകളാൽ നമുക്കൊന്ന് കണ്ട കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകരണനേ, ഇന്നലെയും ഇന്നും എന്നുമാനൻ വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ. രാജാധിരാജാവു നീ, രാജാധിരാജാവു നീ, എന്നും കർത്താതി കർത്താവു നീ, ഉന്നത ദേവനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, ഉന്നത ദേവനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, സുന്ദര രക്ഷകനേ. ശാരോനിലെ റോസനീ, ശാരോനിലെ റോസനീ, എനിക്കാരോമൽ സ്നേഹിതൻ നീ, എന്മേൽ വീരിച്ച നിൻ സ്നേഹക്കോടി കീഴിൽ എന്നും എൻ വിശ്രമമേ, എന്മേൽ വീരിച്ച നിൻ സ്നേഹക്കോടി കീഴിൽ എന്നും എൻ വിശ്രമമേ, സുന്ദര രക്ഷകനേ. ആദിയും അന്തവും നീ, ആദിയും അന്തവും നീ, പാപവ്യാധിക്കു വൈദ്യനും നീ, നീതിയിൻ സൂര്യനും
യൂദയിൽ സിംഹവും സർവവും നീ പരനേ. നീതിയിൽ സൂര്യനും യൂദയിൽ സിംഹവും സർവവും നീ പരനേ. സുന്ദര രക്ഷകനേ. മുന്നേയിരുന്നവൻ നീ, മുന്നേയിരുന്നവൻ നീ, മാറാതെന്നുമിരിപ്പവൻ നീ. വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്ദിരവല്ലഭനേ. വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്ദിരവല്ലഭനേ. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ. എനിക്കാനന്ദകാരണനേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ. വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനെ. വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര സുന്ദരൻ. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് എപ്പോഴും ധ്യാനിക്കാം, പാടി സ്തുതിക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി എന്നും ജീവിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു പാട്ട് കൂടി ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരുതിടും 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 നാഥൻ. കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കരുതിടും 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 നാഥൻ. കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. കരുതിടും 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 നാഥൻ. കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. മനസ്സുരുകി നീറുന്നേരം തഴുകിടും. മനസ്സലിഞ്ഞു ഏഴെ എന്നെ കരുതിടും. മനസ്സുരുകി നീറുന്നേരം തഴുകിടും. മനസ്സലിഞ്ഞു ഏഴെ എന്നെ കരുതിടും. കണ്ണുനീരെല്ലാം കർത്തൻ തുടച്ചിടും. കണ്ണുനീരെല്ലാം കർത്തൻ തുടച്ചിടും. എന്റെയുള്ള കുതൂഹലത്താൽ നിറഞ്ഞു കവിഞ്ഞിടും. എന്റെയുള്ള കുതൂഹലത്താൽ നിറഞ്ഞു കവിഞ്ഞിടും. കരുതിടും 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 നാഥൻ. കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. മരണനിഴലിൻ വഴികളിൽ തുണവരും. അരിഗണത്തെ ജയിച്ചിടാൻ കൃപതരും.
മരണനിഴലിൻ വഴികളിൽ തുണവരും അരികണത്തെ ജയിച്ചിടാൻ കൃപ തരും. സർവഭീതിയും അകലെ അകറ്റിടും, സർവഭീതിയും അകലെ അകറ്റിടും. എന്നെ എന്നും പരിചരിച്ചു നാഥൻ നടത്തിയിടും, എന്നെ എന്നും പരിചരിച്ചു നാഥൻ നടത്തിയിടും. കരുതിടും 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 നാഥൻ, കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കരുതിടും 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 നാഥൻ, കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. സുഗന്ധതൈലമെന്റെ തലയിൽ പകർന്നിടും, പുതിയ കൃപകൾ നാളുകൾ തോറും തുടർന്നിടും. സുഗന്ധതൈലമെന്റെ തലയിൽ പകർന്നിടും, പുതിയ കൃപകൾ നാളുകൾ തോറും തുടർന്നിടും. സ്തോത്രഗീതമെൻ നാവിൽ ഉയർന്നിടും, സ്തോത്രഗീതമെൻ നാവിൽ ഉയർന്നിടും. എന്നും നാഥൻ പിരിഞ്ഞിടാതെ അരികിൽ പാർത്തിടും, എന്നും നാഥൻ പിരിഞ്ഞിടാതെ അരികിൽ പാർത്തിടും. കരുതിടും 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 നാഥൻ, കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. പരമസിയോൻ പുരിയിൽ നാഥൻ ഒരുക്കിടും, പുതിയ വീട്ടിൽ ചെന്നു ഞാൻ ചേർന്നിടും. പരമസിയോൻ പുരിയിൽ നാഥൻ ഒരുക്കിടും, പുതിയ വീട്ടിൽ ചെന്നു ഞാൻ ചേർന്നിടും. ദുഃഖമില്ലിനി മരണമില്ലിനി, ദുഃഖമില്ലിനി മരണമില്ലിനി. നിത്യമോദമനുഭവിച്ചു നിത്യം വാഴും ഞാൻ, നിത്യമോദമനുഭവിച്ചു നിത്യം വാഴും ഞാൻ. കരുതിടും 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 നാഥൻ, കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കരുതിടും 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 നാഥൻ, കരതലത്തിൽ ചേർത്തണച്ചു കാത്തിടും നാഥൻ. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. കഷ്ടനാളിൽ കൈവിടാതെ തന്റെ പക്ഷങ്ങൾ ഉള്ളിലഭയം തന്നു സാധു എന്നെ കരുതിടും. കഷ്ടനാളിൽ കൈവിടാതെ തൻ്റെ ചിറകടിയിൽ നമ്മളെ കരുതി കാക്കുന്ന ഒരു കർത്താവ് നമ്മളെ ചേർക്കുവാൻ വേഗം വരികയാണ്. പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോട് സാക്ഷ്യം പറയുവാനായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ അനു അഭിലാഷാണ്. സ്വദേശം കുന്നന്താനമാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് കല്ലിശ്ശേരിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ശൈശവ പ്രായത്തിൽ ഒരു 2.5 വയസ്സുള്ളപ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പോളിയോ വാക്സിൻ എടുത്തതിനെ തുടർന്നാണ് സിസ്റ്ററിന് കാലുകൾക്ക് തളർച്ചയാകുകയും അതുമൂലം വീൽ ചെയറിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഒരു വീടിന്റെ ഉള്ളിൽ അകപ്പെട്ട് ഒരു ഇരുന്ന് പോകാമായിരുന്ന സാഹചര്യത്തിൽ പക്ഷെ കർത്താവ് അങ്ങനെ വിടാതെ, ആമേൻ, ഹല്ലേലൂയ, വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് പോൾ ഗോപാലകൃഷ്ണന്റെ ശുശ്രൂഷയിൽ ഇതുമൂലം വിശ്വസ്തമായി കർത്താവിന്റെ കൂടെ നടക്കുവാനും ഒക്കെ ഇടയായി. ആമേൻ, ഹല്ലേലൂയ. സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതിലുപരിയായി
ഒരു ടീച്ചറായി വർക്ക് ചെയ്യുകയും അനേക സ്റ്റേറ്റുകളിൽ ഗുജറാത്തിലൊക്കെയും 2 വർഷത്തോളം ടീച്ചറായി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോഴും താൻ വിവാഹത്തെയാണ്. പാസ്റ്റർ അഭിലാഷാണ് ഹസ്ബൻഡ്. ഹല്ലേലൂയ. ഇപ്പോൾ കല്ലിശ്ശേരിയിൽ താമസിച്ചുകൊണ്ട് കോട്ടയത്ത് ദൈവ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നമ്മുടെ കാലുകൾക്ക് യാതൊരു കുറവും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അപ്പുറമായി ഹല്ലേലൂയ, പ്രിയ സഹോദരിലൂടെ ദൈവം അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യുന്നു. നമ്മൾ വീടുകളിൽ നമുക്ക് തന്നെ ശോധന ചെയ്യാം നമ്മൾ എത്രത്തോളമാണ് ദൈവവേലയിൽ പ്രയോജനപ്പെടുന്നതെന്ന്. ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളിയായി തീരട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും പലയിടത്തും നമ്മൾ പോകാൻ മടിക്കുന്ന സ്ഥാനത്ത് തന്റെ വീൽ ചെയറിനെ തന്നെ പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട് കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ അനു അഭിലാഷിനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ കാലം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സിസ്റ്ററിന്റെ അനുഭവങ്ങൾ അറിയുവാനും കർത്താവ് എങ്ങനെയൊക്കെയാണ് നടത്തുന്നതെന്ന് കേൾക്കുവാനും പ്രാർത്ഥനയോടുകൂടി നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. സിസ്റ്റർ അനു അഭിലാഷിനെ സാക്ഷ്യം പറയുവാനായി ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പാൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ? കേൾക്കാം. സ്തോത്രം. ഇവിടെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഭയങ്കരമായ കാറ്റ്, കറണ്ടില്ല, മഴ ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും വലിയവനായ കർത്താവ് ഇന്ന് നമ്മുടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ മധ്യമുള്ളതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ മാത്യു അങ്കിളിനോട് എന്റെ നന്ദി അറിയിക്കുന്നു. ഇന്നലെ എന്നെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി വിളിച്ച ഷൈനി ആന്റിയോടുള്ള നന്ദിയെ എന്റെ സമയം രേഖപ്പെടുത്തുന്നു. അതിനേക്കാൾ ഉപരി എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വർഗീസ് പാസ്റ്റർ പാൻഡി സിംഗപ്പൂരിലുള്ള പ്രിയപ്പെട്ടവരുടെ കർത്താവിൽ വളരെയേറെ നന്ദിയെ ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ദൂരത്തും ചാരത്തും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്ത കോണ്ടിനെന്റിലെ വ്യത്യസ്ത സോണുകളിലെ പലയിടങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നന്ദിയെ അറിയിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയവനായ ദൈവമാണ്. സ്തോത്രം. ഇന്ന് കാലം കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. അവൻ വലിയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് എന്റെ ടെസ്റ്റ് മണിയിലേക്ക് കടക്കാം. കാരണം വചനം കേട്ട് ആൾക്കാർ ക്ഷീണിച്ചിരിക്കുക. ഒരു ദേവദാസൻ ഇങ്ങനെ പറയുണ്ടായി, നമ്മുടെ ചെവിയുടെ അവിടെ ഇങ്ങനെ തട്ടിയാൽ 1000 മെസ്സേജ് താഴെ വീഴുവന്നേ. പക്ഷേ അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തെ ജീവിപ്പിക്കും, ഒരു സാക്ഷിയെ ഉളവാക്കും. നമുക്ക് വചനം കൊണ്ട് കണ്ണിക്കാം, പക്ഷെ സാക്ഷ്യത്തെ ഒരിക്കലും കണ്ണിക്കാനായിട്ട് കഴിയുകയില്ല. കൃപയാൽ നമുക്കൊരു വാക്യം വായിക്കാം. എന്നെക്കാൾ വളരെയേറെ വചനത്തിൽ പരിജ്ഞാനമുള്ള, ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളുള്ള അനേക പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ളതെന്ന് എനിക്കറിയാം. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ടെസ്റ്റ് മണിയിലേക്ക് പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാമേ. സ്തോത്രം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിത്തീരും. ആമേൻ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, അൻപുള്ള ദൈവമേ, നല്ല പ്രഭാതനായ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ഇടങ്ങളിൽ കർത്താവേ, അപ്പാ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാത്രി വ്യത്യസ്തമായ സമയങ്ങളിലും അപ്പന്റെ വലിയ പാദപീഠത്തിലേക്ക് കടന്നു വന്ന എന്റെ കുഞ്ഞുങ്ങളെ കർത്താവേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രതികൂലത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യ പോലെ കർത്താവ് നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് നീറുന്ന ഹൃദയത്തിന്റെ വേദനകൾ കർത്താവെ വലിയ ഭാരവും ഇറക്കി വെക്കുവാൻ കഴിഞ്ഞ നാളുകളിലേക്ക് നടത്തിയതിനെ ഓർത്ത് കർത്താവെ ചാങ്ങയെ സ്തുതിക്കുവാൻ കാലം ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തിയാണ് കർത്താവെ കടന്നു വന്ന വഴികൾ ഓരോന്നായി നിന്റെ സന്നിധിയിൽ കർത്താവെ പറയുവാൻ, നിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ, സകലതും വാക്കിനാലും ക്രിയാലും എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ
കഴിഞ്ഞ രാത്രി പലരും കർത്താവ് കഴിഞ്ഞ പകൽ വേളകളിൽ എങ്ങനെ ഈ വിഷയം പരിഹരിക്കുമെന്ന് ചോദിച്ചു ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കര കാലം ഇന്ന് രാത്രി കാലം ചലിക്കാൻ വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്റെ യേശുപ്പന്റെ കരങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ട് നായി സ്തോത്രം. സകലേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് കാലം ഒരിക്കൽ കൂടെ നിങ്ങളോടായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. എന്റെ ദൈവത്തിന് ഞാൻ മഹത്വം ചെയ്യുന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ 4 മക്കളായി ഇളയവളായി ജനിക്കപ്പെട്ടു. സാധാരണ കുട്ടികൾ ജനിക്കുന്നത് പോലെ ഞാൻ ജനിച്ചു. ഞാൻ 8ാമത്തെ മാസത്തിൽ ഓടി നടക്കാനായി തുടങ്ങി. ഹല്ലേലൂയ. ഈ 8 മാസം കഴിഞ്ഞപ്പോൾ 2.5 വയസ്സുള്ളപ്പോൾ പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി എന്റെ മമ്മി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. വളരെയേറെ പശ്ചാത്തലം അതിന്റെ പുറകിലുണ്ട്. കാരണം എന്റെ മമ്മിയെ വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചതാണ്. എന്റെ പപ്പ ആ സമയത്ത് ജോലി സ്ഥലത്തായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മമ്മിയാണ് എല്ലാ കാര്യത്തിലും എന്നെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ 2.5 വയസ്സുള്ളപ്പോൾ പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ മമ്മി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എന്റെ അമ്മയുടെ കൈയും പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് നടന്നും ഒരു കുഞ്ഞു തുള്ളി ചാടി പോകുന്നത് പോലെ ഞാൻ പോയി. അവിടെ ചെന്ന് എന്റെ ഇടത്ത് കാലിന് പോളിയോ വാക്സിൻ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ടപ്പോൾ ഞാൻ താഴെ വീഴാൻ ഇടയായി തീർന്നു. എന്റെ മമ്മി എന്നെ എടുത്ത് ഒന്ന് താഴേക്ക് നിർത്തി. കുഞ്ഞിനെ ഉറങ്ങുന്ന പോലെ തൊളയിലൊക്കെ ഇട്ട് കുറെ കഴിഞ്ഞപ്പോ എന്നെ താഴേക്ക് നിർത്തി. പക്ഷെ താഴേക്ക് നിർത്തിയപ്പോൾ ഞാൻ നിൽക്കാതെ വേണം എന്റെ കാലുകൾ ആടുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയപ്പം അവിടുത്തെ സിസ്റ്റേഴ്സ്, ഇഞ്ചക്ഷൻ എടുത്ത സിസ്റ്റേഴ്സ് പറഞ്ഞു, വന്നത് അനുഭവിക്കേ ഉള്ളൂ, അല്ലാതെ പോളിയോയ്ക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ വിട്ട് വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത്. കാരണം എന്റെ അമ്മ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ അന്ന് അമ്മായിയമ്മ അമ്മായിയപ്പനൊക്കെ ഉള്ള സമയമാ. അല്ലെങ്കിൽ വളരെ പേടിച്ച് എന്റെ മാതാവ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ യാതൊരു ട്രീറ്റ്മെന്റും ഇല്ലാതെ വണ്ണം എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ട് നടന്നു. വൈദ്യന്മാരെ കാണിച്ചു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ വീടിന്റെ മൂലയിൽ ഇരുന്ന് നിരങ്ങാനായി തുടങ്ങി. കാരണം അല്ലെങ്കിൽ എന്റെ കയ്യിലൊക്കെ കാണുന്ന പാടുകൾ അതൊക്കെയാണ്. ഇങ്ങനെ ഇരുന്ന് നിരങ്ങാനായി ഞാൻ തുടങ്ങി. വീടിന്റെ ഓരോ മൂലകളിലും സ്തോത്രം അനേക വൈദ്യന്മാരെ കാണിച്ചു, തിരുമിച്ചു, യാതൊരു പ്രയോജനവും ഇല്ലാതെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു നാട്ടിൽ ഒരു വൈദ്യൻ വന്നു. നാട്ടുവൈദ്യൻ എന്ന് പറയുന്നത് അങ്ങനെ എന്റെ ഗ്രാൻഡ് ഫാദർ ആ വൈദ്യനെ കാണുകയും വൈദ്യൻ വന്ന് പറഞ്ഞു, എന്നെ നടത്താം, 21 ദിവസത്തെ ട്രീറ്റ്മെന്റാ. വൈദ്യൻ പറഞ്ഞതുപോലെ ചെറിയ ആടിനെയൊക്കെ കൊന്നിട്ട് അതിന്റെ രക്തത്തിൽ ഭയങ്കര ആയുർവേദ കൂട്ടുകളൊക്കെയും ചെയ്തിട്ട് 21 ദിവസം എന്റെ 2 കാലിന്റെ അരയ്ക്ക് താഴ്വശം പുരട്ടി 21 ദിവസം പ്ലാസ്റ്ററിനകത്ത് വൈദ്യൻ തന്നെ ചുറ്റിയ വലിയ തുണിക്കകത്ത് എന്നെ കിടത്തി 21ാമത്തെ ദിവസം ഞാൻ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മുട്ട പൂജിച്ച് ഞങ്ങളുടെ വീടിന്റെ പത്തായത്തിന്റെ പുറത്ത് വെച്ചു. ഈ പത്തായത്തിന്റെ പുറത്തുനിന്ന് പുഴു, ഇരിക്കുന്ന മുട്ടയുടെ പുറത്തുനിന്ന് പുഴു വരുമ്പോൾ ഞാൻ നടക്കുമെന്ന് വൈദ്യൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓർത്തഡോക്സ് ഫാമിലി ആണല്ലോ, എല്ലാവരും അങ്ങനെ വിശ്വസിച്ചു. 21 ദിവസം ദൈവമക്കളെ എന്നെ കിടക്കയിൽ ഇങ്ങനെ കിടത്തി. എന്റെ അടുത്തേക്ക് ആർക്കും വരാനായിട്ട് കഴിയില്ല, കാരണം ഭയങ്കര സ്മെല്ലാണ്. ഹല്ലേലൂയ. 21 ദിവസം കഴിയുമ്പോൾ ഭയങ്കര വേദന, ചൊറിച്ചില്. സ്തോത്രം. ഞാൻ കുഞ്ഞാണ്, എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളെല്ലാം ആകുകയാണ്. 21 ദിവസം ഞാൻ കിടക്കയിൽ കിടന്നു. 21 ദിവസം കഴിയുമ്പോൾ എനിക്കും മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഓടിക്കളിക്കാം, നടക്കാം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹത്തോടെ വളരെയേറെ വേദനകൾ സഹിച്ച്, അതിനേറെ ചൊറിച്ചിലുകൾ, വേദനകൾ എല്ലാം അനുഭവിച്ച് ഞങ്ങളുടെ വീടിന്റെ മുകളിലത്തെ ഓട് എണ്ണാനൊന്നും അറിയത്തില്ല കൊച്ചല്ലേ. വീടുകൾ നോക്കി അതേ കൂടെ പോകുന്ന ഓരോ പുഴുക്കളെ അല്ലെങ്കിൽ അതേ നോക്കിക്കൊണ്ട് ഞാൻ 21 ദിവസം കിടന്ന് അതിഭയങ്കരമായ വേദനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഭയങ്കര അസ്വസ്ഥതകളാണ് ഈ ഇരിക്കുന്ന സമയത്ത്. സ്തോത്രം. 21ാമത്തെ ദിവസം ഹല്ലേലൂയ എന്റെ കാലില് പ്ലാസ്റ്റർ ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്കും പഴയതുപോലെ നടക്കാം എന്ന ഓർമ്മയില്ലല്ലോ. ആ സമയത്ത് 2.5 വയസ്സ് വരെ നടന്നുള്ള ഒരു ടൈം അല്ലേ ഉള്ളു എനിക്ക് ഓർമ്മ. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. 21ാമത്തെ ദിവസം എന്റെ മമ്മി നോക്കുമ്പോൾ, അന്ന് പ്ലാസ്റ്റർ അരിക്കല് നോക്കുമ്പോൾ എന്നെ ജീവനോടെ പുഴു അരിക്കുന്നതാ കണ്ടത്. കാരണം ദൈവമക്കളെ ഇത് കണ്ടുകൊണ്ട് എന്റെ മമ്മി വൈദ്യന്റെ അടുക്കലേക്ക് പോയി. ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത്, ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വൈദ്യൻ.
വൈദ്യന്റെ അടുക്ക ചെന്നപ്പോ വൈദ്യൻ കള്ളവൈദ്യനായിരുന്നു. വൈദ്യൻ നാട് വിട്ടുപോയി. എന്റെ അമ്മ ഓടി വന്നിട്ട് നമ്മുടെ കറിക്കരയ്ക്കുന്ന കത്തി കൊണ്ട് എന്റെ കാലിലെ ഫ്ലാസ്റ്ററുകളെല്ലാം എറിഞ്ഞപ്പോൾ എന്നെ ജീവനോടെ പുഴുവരിക്കുക. ഫ്ലാസ്റ്ററിന്റെ പുറത്തുനിന്ന് പുഴു വന്നു. ഇയ്യോബിനെ ജീവനോടെ പുഴുവരിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എന്നെ പുഴുവരിച്ചു. എന്റെ മാംസങ്ങൾ മുഴുവൻ അടർന്നു വരുന്നത് പോലെയായി. കാരണം ആടിന്റെ രക്തത്തിൽ പെട്ടെന്ന് പുഴുവരിക്കുമെന്ന് ഞാൻ പിന്നീടാണ്, ഈ കഴിഞ്ഞ 1 വർഷം ആയതേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട്, ആടിന്റെ രക്തത്തിൽ അല്ലെങ്കിൽ അതിവേഗം പുഴുവരിക്കുമെന്ന. അല്ലെങ്കിൽ ഇവിടെ ഈ ടെസ്റ്റ് മണി പറയുമ്പോ ഇത് എന്തുകൊണ്ടാണ് ഈ പുഴു അരിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളെ. അന്നേരം ഹല്ലേലൂയ വൈദ്യൻ നാട് വിട്ടു. എന്റെ മമ്മി അതെല്ലാം ഫ്ലാസ്റ്റർ എല്ലാം അരിഞ്ഞ ഹല്ലേലൂയ കഴിഞ്ഞ് വളരെയേറെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് എന്റെ കാല് വീണ്ടും സ്കിന്നൊക്കെ വരാനായി തുടങ്ങിയത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അതിനുശേഷം ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പിന്നെ വീടിന്റെ മൂലകളിൽ ഇരുന്ന് നിറങ്ങാനായി തുടങ്ങി. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകുവാൻ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ബാഗും പിടിച്ച ഹല്ലേലൂയ പെട്ടി ഷൂം സോക്സും ഒക്കെ ആയി പോകുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ മണലിനകത്തൂടെ ഇരുന്നിറങ്ങുന്ന ഒരു ബാല്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുവാൻ. സ്തോത്രം. കാരണം എന്റെ ഗ്രാൻഡ് പേരൻസ് അതിന് സമ്മതിച്ചില്ല. ഇരുകാലുകളും തളർന്ന് ഇരുന്ന് നിരങ്ങുന്നേ ഹല്ലേലൂയ ഇവളെ പഠിപ്പിച്ചു വാദ്യാരാക്കാനാണോ എന്ന് ചോദിച്ചടിച്ച ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. യഹോവയായ ദൈവം നിന്നെ കുറിച്ച് ഹല്ലേലൂയ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അവനെ അവിടെ എത്തിക്കുവോള് ഹല്ലേലൂയ നീ ഏത് ക്രൂശ് ചുമന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവം ക്രമീകരിക്കുക തന്നെ ചെയ്യും. ഇവളെ പഠിപ്പിച്ചു വാദ്യാരാക്കാനാണോ എന്ന് ചോദിച്ചെടുത്ത് 5 സ്കൂളിൽ അധ്യാപികയായിട്ടിരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്ന ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മനുഷ്യൻ നിങ്ങളെ കുറിച്ച് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യൻ പറഞ്ഞ് എഴുതി അവസാനിക്കുമ്പോ എന്റെ ദൈവം എഴുതാൻ തുടങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കാലം പലരും ഇത്രയേ ഉള്ള എന്ന് ഈ പ്ലാറ്റ്ഫോമിനകത്ത് ചിന്തിച്ചിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യക്തമായി ഹല്ലേലൂയ നിങ്ങളോട് ആലോചന പറയുക. ചില തലമുറ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ഹല്ലേലൂയ ചില വ്യക്തി ജീവിതങ്ങളെ ഹല്ലേലൂയ സൂസൻ ഹല്ലേലൂയ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്ര തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളോട് ദൈവം പറയുക അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീര് രാത്രിയാമങ്ങളിൽ നീ ഹല്ലേലൂയ കരയുന്ന കണ്ണുനീരുകൾക്ക് വിരാമം കുറിക്കുക ഇന്ന് പാൽക്കാലം എന്റെ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്ര ദൈവമക്കളെ. അങ്ങനെ ഹല്ലേലൂയ എന്റെ ഗ്രാൻഡ് പേരൻസ് അവിടെ ഇല്ലാഞ്ഞ സമയത്ത് അവർ മുംബൈയിലേക്ക് പോയ സ്ഥലത്ത് എന്റെ അമ്മ എന്നെ വെറുതെ സ്കൂളിൽ കൊണ്ട്, ഞാൻ പറഞ്ഞു എല്ലാവരും സ്കൂളിൽ പോകുമ്പോ എനിക്ക് സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പോൾ എന്റെ മാതാവിനെ വെറുതെ സ്കൂളിൽ കൊണ്ട് ഇരുത്താൻ ചേർക്കുവാനല്ല. കാരണം സ്തോത്രം ചെയ്യുന്ന കാല് തളർന്ന് എനിക്ക് മുതിർന്ന 3 പേരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. വീടിനകത്ത് പശു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വയ്യാത്ത ഒരു കുഞ്ഞിനെ കൂടെ സംരക്ഷിക്കുക വളരെയേറെ ഭാരമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ സ്കൂളിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ടീച്ചേഴ്സ് പറഞ്ഞു, പഠിക്കുവാൻ വേണ്ടി ഒന്നുമല്ല അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഹല്ലേലൂയ ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു എന്നെ ഒന്ന് സ്തോത്രം മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിച്ചു നോക്കുക, സ്തോത്രം ചെയ്യുന്നു ഈ കുഞ്ഞ് നടക്കുവോ ഇല്ലയോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മമ്മി എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞു എന്നെ നടത്താവെന്ന് പറഞ്ഞ് ദൈവമക്കളെ എന്റെ ഇടത്തെ വശത്തെ ഒരു ബോൺ അങ്ങ് മുറിച്ചു കളഞ്ഞു. എല്ലാവർക്കും നടക്കുവാനും നിൽക്കുവാനും സപ്പോർട്ട് ചെയ്യുന്ന ഹിപ്പ ഹല്ലേലൂയ എന്റെ ഈ കൈയുടെ വലിപ്പം ഇത്രയുള്ള ഒരു ബോൺ എന്റെ ഈ സൈഡിൽ നിന്ന് മുറിച്ചു കളഞ്ഞ് അതിനകത്ത് ഹല്ലേലൂയ ഒരു സൈഡിൽ തന്നെ 24 സ്റ്റിച്ച് ഇത്രയും നീളത്തിൽ സൈഡിൽ സ്റ്റിച്ച് ഇട്ട് അല്ലെങ്കിൽ ബോൺ മുറിച്ചു കളഞ്ഞ് എന്റെ കാലയിലെ ഹല്ലേലൂയ കമ്പിയുടെ കാലിപ്പേഴ്സിന്റെ ഷൂ ഇട്ടേച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടു. ഹല്ലേലൂയ മെഡിക്കൽ കോളേജിൽ നിന്ന് ഷൂ ഇട്ട് കാലുകളിൽ ഒരു പിള്ള ഇടത്തെ കാല് ഫുള്ളും വലത്തെ കാലിന്റെ മുട്ടിന്റെ അവിടെ മരമായിട്ട് കമ്പിയുടെ ഷൂ ഇട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടു. അങ്ങനെ ഈ ഷൂവിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചുകൊണ്ട് നടക്കുവാൻ ഒക്കെ ശ്രമിച്ചു. അങ്ങനെ എന്റെ വലത്തെ കാല് മുഴുവൻ വളയാനായി തുടങ്ങി. എന്റെ വലത്തെ കാല് മുട്ട് മുഴുവൻ വളയാനായി തുടങ്ങി. എന്റെ ചെറുപ്പകാലത്തെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഹല്ലേലൂയ ഷോർട്ടായിട്ട് ചെയ്യുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അങ്ങനെ വലത്തെ കാല് മുഴുവൻ വളയാനായി തുടങ്ങി. ഇടത്തെ കാല് പോളിയോ വാക്സിൻ തളർന്നുപോയി. ഈ തളർന്ന കാലും വളഞ്ഞ കാലുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. മെഡിക്കൽ കോളേജിൽ ഏകദേശം ഈ ബോൺ മുറിച്ച് കളഞ്ഞ 3 മാസത്തോളം ഹല്ലേലൂയ ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് ബോൺ
കരിവ് മുറിയാൻ വേണ്ടി പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. അതിനുശേഷം ഈ ഷൂ ഇടുന്നു. ഷൂ ഇട്ടോടെ എന്റെ വലത്തെ കാല് വളയാനായി തുടങ്ങി. അങ്ങനെ വീണ്ടും സ്തോത്രം വളഞ്ഞ് കാലും തന്ന കാലുമായി എന്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങി. 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചതിന് ശേഷം വേറൊരു സ്കൂളിലേക്കാണ്. ഈ സമയത്ത് സ്തോത്രം മഞ്ഞപ്പിത്തം വന്ന് ഞാൻ മരണത്തോട് മല്ലടിച്ചു. അനക്കമില്ലാതൊക്കെ കിടന്നു. അപ്പൊ ഈ സമയത്ത് അല്ലെങ്കിൽ എല്ലാരും നടക്കുന്ന പോലെ നടക്കും എന്തൊക്കെ ഞാനും ആഗ്രഹിച്ച് എന്റെ ബോണില്ലാത്ത ആ കാലിൽ ഇടത്തെ കാലിലേക്ക് എന്റെ ഇടത്തെ കൈ അമർത്തി ഹല്ലേലൂയ ഒരു കാലിൽ അമർത്തി ഇങ്ങനെ പതുക്കെ പതുക്കെ എഴുന്നേക്കുവാനായി തുടങ്ങി. അങ്ങനെ ഇടത്തെ കാലിൽ കൈ അലർത്തി വളഞ്ഞ കാലുമായി ഞാൻ പതുക്കെ നടക്കാനായി തുടങ്ങി. ഒരു ഒരു ബോൾ ഉരുണ്ടു പോകുന്നത് പോലെ ഉരുണ്ട് ഹല്ലേലൂയ എന്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, എന്റെ 10th കഴിഞ്ഞു. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനേക കഷ്ടങ്ങൾ ഭാരങ്ങൾ ഈ സ്കൂൾ ജീവിത യാത്രയിൽ പലപ്പോഴും എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലും എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് തിരുവല്ല മർത്തോമ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എതിരെ വന്നൊരു കാറ് വന്നെന്നെ ഇടിക്കുകയും ഞാൻ അന്ന സമയത്ത് ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒക്കെ കയ്യെ പിടിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്തിക്ക് മാത്രമേ എനിക്ക് ക്ലാസ്സിൽ പോകാനായി കഴിയൂ. അതിനൊക്കെയും ദൈവ ഹല്ലേലൂയ അനേക കുഞ്ഞുങ്ങളെ എന്റെ കൂടെ ഒരുക്കി. അങ്ങനെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് എതിരെ ഒരു കാറ് വന്നിടിക്കുകയും ആ കാറ് വന്നിടിച്ച് പാടാണ് എന്റെ ഈ നെറ്റിക്ക് കാണുന്നത്. ഈ കാണുന്ന പാടുകളെ എന്റെ ഈ കണ്ണ് പുറത്തേക്ക് വന്നു. താടിക്ക് മുഴുവനും മുറിവുകളായി കാറ് എന്നിടിച്ച് കോളേജിന്റെ മതിലിലേക്ക് ചെന്ന് വീഴുകയും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ എനിക്ക് ഡോക്ടേഴ്സ് അവധി പറഞ്ഞു. ബ്ലഡ് വൊമിറ്റ് ചെയ്യാനായി തുടങ്ങി. കണ്ണ് പുറത്തേക്ക് വന്നു. ഡോക്ടേഴ്സ് നോക്കിയപ്പോൾ ഒരു കാല് കിടന്നാടുന്നു, ഒരു കാല് വളഞ്ഞ് ആകപ്പാടെ ഹല്ലേലൂയ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന എന്നെ അവിടെ മാറ്റിയിട്ടിരുന്നു. പോലീസ് വന്ന് മജിസ്ട്രേറ്റ് എഴുതാതെ അവർ അഡ്മിറ്റ് ആകത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഹല്ലേലൂയ പോലീസ് വന്ന് മജിസ്ട്രേറ്റ് എഴുതി 24 മണിക്കൂർ എനിക്ക് അവധി പറഞ്ഞു. എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവനെ ആയുസ്സോടെ നിർത്തിയ ദൈവകൃപയ്ക്കായ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ അതിനുശേഷം എന്റെ വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ സ്നാനപ്പെടുവാനൊക്കെ എന്റെ സ്കൂൾ ജീവിതത്തിൽ ഇടയായി തീർന്നു. ഞാൻ എങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നില്ല. എന്റെ ബ്രദറാണ് ആദ്യമേ വിശ്വാസത്തിലേക്ക് വരുന്നത്. എന്റെ ബ്രദറിന്റെ കൂട്ടത്തിൽ കൂട്ടുപോയതാണ് ഞാൻ മുണ്ടിപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഹല്ലേലൂയ അവിടെ വെച്ച് എന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവിനേക്കാൾ വലുതായി ഞാൻ ഒന്നും അന്നേ കണ്ടില്ല. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ സ്തോത്രം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരം. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ പാട്ട് പാടിയപ്പോൾ ഒരു പാട്ടിനകത്ത് തിരികളുണ്ടായിരുന്നു. നമുക്ക് കഷ്ടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം താങ്ങുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരം വരുമെന്ന പാട്ടിലൂടെ നമുക്ക് കേൾക്കാൻ തക്ക ഇടയായി തീർന്നു. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. ഈ സമയത്ത് ഭയങ്കരമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എല്ലാവരും മുണ്ടിപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ വളഞ്ഞ കാലും സ്തോത്രം ഈ തളർന്ന കാലുമായി ചർച്ചിന്റെ ജനലിന്റെ കമ്പിയെ പിടിച്ചുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. ഒരു പ്രതീക്ഷകളൊന്നും ഇല്ല. എങ്കിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഈ കണ്ടുകാലം വയ്യാത്ത ഞാൻ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുമെന്ന ഹല്ലേലൂയ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല, ബലഹീനത ഒരു തടസ്സമല്ല. ഹല്ലേലൂയ ലോകപ്രശസ്തനായ ശുശ്രൂഷകൻ നിക്ക് ഹല്ലേലൂയ ഇപ്രകാരം പറയുകയുണ്ടായി. ഹല്ലേലൂയ എനിക്ക് കാലോ കണ്ണോ കയ്യോ അല്ല, കർത്താവിന്റെ വേല ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത്രേ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണോ കാലോ കയ്യോ പ്രായമോ ഇതൊന്നും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒന്നുമല്ല. ഹല്ലേലൂയ നിന്റെ മനസ്സാണ് വലുത്. അതേ ചെറുതായി പ്രാർത്ഥിക്കുവാനാണോ, നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണോ, നമുക്കാകുന്ന പോലെ കൈത്താങ്ങലാണോ, മറ്റുള്ളവരുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുന്നതൊക്കെയാണോ, അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കുകയാണോ? സ്തോത്രം. പ്രസംഗിക്കുന്നവരെ പലരും അറിയുമായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ എന്നാൽ ആരും അറിയാതെ ഹല്ലേലൂയ തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞാനും ഹല്ലേലൂയ എഴുന്നേറ്റൊക്കെ നിൽക്കുമായിരുന്നു. എനിവേ സ്തോത്രം. അതൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ എന്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഹല്ലേലൂയ പ്രീ ഡിഗ്രിക്ക് ശേഷം സ്തോത്രം ചെയ്യുന്നു ഞാൻ ഗുജറാത്തിന്റെ ഡിഗ്രിക്ക് ഞാൻ കോട്ടയത്തേക്ക് ചേർന്നു. ഹല്ലേലൂയ അവിടെയൊക്കെ പലപ്പോഴും പല ക്ലാസ്സുകൾക്കും പോകാൻ പറ്റത്തില്ല, കാരണം ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഗുജറാത്തിന്റെ പ്രദേശത്തേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വേല എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എന്റെ ഒരു കാല് ഫുൾ തളർന്ന്, ഒരു കാല് മുഴുവൻ വളഞ്ഞതുമായി
അനേകം കർത്താവെ ഗുജറാത്തിന്റെ പ്രദേശത്ത് അവിടുത്തെ ബസ്സുകളിൽ കയറി അല്ലെങ്കിൽ ഹിന്ദി എനിക്ക് പറയാനൊന്നും അറിയത്തില്ല, എന്നാൽ ഹിന്ദിയിൽ പാട്ടുപാടി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെയും ട്രാക്ട് കൊടുക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം കടന്നു പോകുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ KK ട്രെയിൻ 21 ബോഗിയിലും കയറി കർത്താവ് വലിയവനെന്ന് പലപ്പോഴും പറയുവാൻ, ഓരോ ബോഗിയിലും വലിഞ്ഞു കയറി പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി തീർത്തു. സ്തോത്രം ചെയ്യുന്നു. ഗുജറാത്തിന്റെ പ്രദേശത്തുനിന്ന് അവിടേക്ക് മലേറിയ വരികയും അനേക രോഗങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ ഞാൻ നാട്ടിലേക്ക് ഹല്ലേലൂയ ഒരു മരണതുല്യമായി ഞാൻ നാട്ടിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. അനേക കഷ്ടങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ ഞാൻ അവിടേക്ക് അനുഭവിച്ചു. ഹല്ലേലൂയ അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ ഒരുപാട് സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു പോകും. ദൈവമക്കളെ, അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നീ ഒരു വണ്ടി തരണേ. ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ സന്നിധി ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ബ്രഷ് വേണമെങ്കിൽ പോലും. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഹന്ന പ്രാർത്ഥിക്കുവാൻ അവൾക്കൊരു പെനീനെ ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരു പെനീനെ ഇല്ലായിരുന്നെങ്കിൽ ഹന്ന ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. കാരണമുണ്ട്. സ്തോത്രം. അവളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, ഒന്നിന് ബുദ്ധിമുട്ടില്ലാതെ കരുതുന്ന ഒരു സ്നേഹിക്കുന്ന ഭർത്താവ് ഉള്ളപ്പോൾ ഹല്ലേലൂയ അവൾക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ വേറൊരു സാഹചര്യമില്ല. പക്ഷെ പെനീന നിരന്തരം അവളെ കുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് വേദന, ഹല്ലേലൂയ ദൈവമായ കഥ നിങ്ങളുടെ ജീവിതത്തിൽ കരയുവാൻ ആരെങ്കിലും എന്തെങ്കിലും കുത്തുവാനുണ്ടെങ്കിൽ അത് യഹോവയാൽ അറിഞ്ഞിട്ട് മാത്രമാണ്. കാരണം ഹല്ലേലൂയ അന്ന് ഹന്ന കരഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ പുസ്തകത്തിൽ 1 ശമൂവേൽ 2 ശമൂവേൽ എന്ന് എഴുതുവാൻ ഹല്ലേലൂയ ഒരു ശമൂവേൽ ബാലൻ ജനിക്കുകയില്ലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കരച്ചിന്റെ മുമ്പിൽ ഹല്ലേലൂയ ചിലതൊക്കെ ജനിക്കുവാൻ ഇടയാകും. അല്ലെ കണ്ണുനീരിന്റെ മുമ്പിൽ മറ്റുള്ളവർ കാണത്തക്കവണ്ണം ചിലത് ജനിക്കുവാൻ കഴിയും. ദൈവമക്കളെ, സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പെനീനയെ പോലെ അനേക കുത്തുന്ന അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ കുഞ്ഞുനാൾ മുതലേ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ആശ്രയം യേശു മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ബ്രഷ് വേണമെങ്കിൽ പോലും എന്ത് വേണമെങ്കിലും ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞപ്പ എനിക്ക് നീ ഒരു വണ്ടി തരണേ. എന്തിനെന്നറിയാമോ? സ്തോത്രം. എനിക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകുവാൻ, കർത്താവിനെ ആരാധിക്കാൻ പോകാൻ, ആരുടെ ആശ്രയം കൂടാതെ പോകുവാൻ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, സ്തോത്രം ചെയ്യുന്നു. എനിക്കൊരു അമ്മച്ചി, ഹല്ലേലൂയ സ്തോത്രം, പൊടിയമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചി, ഹല്ലേലൂയ സ്തോത്രം, എനിക്കൊരു വണ്ടി മേടിച്ചു തന്നു. ഹല്ലേലൂയ സൈഡ് വീല് ഫിറ്റ് ചെയ്ത ഒരു വണ്ടി. ഹല്ലേലൂയ അന്ന് അതിന് 50,000 രൂപ ഈ അമ്മച്ചി എനിക്ക് ആ വണ്ടി മേടിച്ചു തന്നു. ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചത് ഞാനും കർത്താവും അല്ല, അത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ ഈ അമ്മച്ചി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ അനുമോളെ, എന്റെ പേര് അനു എന്നാ പറഞ്ഞില്ല, അനുമോളെ നിനക്കൊരു വണ്ടി ഉണ്ട്, ആരാധനയ്ക്ക് പോകാനും പ്രാർത്ഥനയ്ക്ക് പോകാനും എളുപ്പമാണല്ലോ. വണ്ടി ഇത് കേട്ടപ്പോൾ അല്ലേ ഞാൻ എങ്ങനെ ഇത് ഓടിക്കും? കാരണം എന്റെ കാലുകൾക്ക് ബലമില്ല. ഹല്ലേലൂയ അമ്മച്ചി എനിക്ക് ഈ വണ്ടി മേടിച്ച്, അമ്മച്ചി തന്നെ ബുക്ക് ചെയ്ത്, അമ്മച്ചി പൈസ അടിച്ച് വണ്ടി മേടിച്ച്, ഹല്ലേലൂയ ഷോപ്പുകാരെ എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ടപ്പോ ഈ വണ്ടി കണ്ടപ്പോ ഞാൻ അന്തിച്ചു നിൽക്കുക. കാരണം ചോദിച്ചാൽ ഇത് എങ്ങനെ ഓടിക്കും? വലുതായിട്ട് നിൽക്കും. എന്റെ കാലുകൾക്ക് നിൽക്കെങ്കിലും അന്നൊരു വലത്തെ കാല് വളഞ്ഞതാണെങ്കിൽ അതിന് ബലമുണ്ടായിരുന്നു ഇച്ചിരെങ്കിലും, അങ്ങനെ നിൽക്കും. പക്ഷെ എങ്ങനെ വണ്ടി ഓടിക്കും? എന്നെ ആര് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും? മക്കളെ, ഈ വണ്ടി മുറ്റത്തിട്ടോണ്ട് ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ആ വണ്ടി ഓടിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് സ്കൂളിൽ ജോലിക്കൊക്കെ പോകുന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് ഞാൻ പോകുമ്പോൾ എതിരെ ഒരു സ്കൂട്ടർ വന്ന് ഇടിക്കുകയും സ്തോത്രം ഞാൻ വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ പെട്ടെന്ന് തന്നെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഹല്ലേലൂയ നോക്കിയപ്പോൾ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ ഒരു കാല് ഹല്ലേലൂയ തളർന്ന, ഒരു കാല് വളഞ്ഞ, അവർക്കൊന്നും ചെയ്യാൻ കഴിയും. അവര് നോക്കി എന്റെ കാല് വീണെടുത്ത് വേദനയാന്ന് പറഞ്ഞ ഹല്ലേലൂയ അവരൊരു കാലയിലെ എന്റെ കാല് ഒരു വെയിറ്റ്, ഒരു 8 കിലോ വെയിറ്റും തൂക്കിയിട്ട് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുകാർ വീട്ടിലേക്ക് വിട്ടു. ഹല്ലേലൂയ എന്റെ കാലില്, തളർന്ന കാലയില്, ഈ ബോണില്ലാത്ത കാലയില് സ്തോത്രം 8 കിലോ വെയിറ്റും തൂങ്ങി ദൈവമക്കളെ ഞാൻ കട്ടിലേക്ക് കിടക്കുകയാണ്. ദിവസം ചെല്ലുന്തോറും ഭയങ്കരമായ വേദന, അല്ലെങ്കിൽ മറിഞ്ഞ് ചരിഞ്ഞോ കിടക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ കൂടെ ഞാൻ കടന്നുപോയി. അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും എന്റെ കാലിന് നീളം വെക്കുകയാണ്. ഹല്ലേലൂയ എന്റെ വെയിനുകൾ വലിയുകയാണ്. ഹല്ലേലൂയ അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കുവാനോ അടുത്ത് വന്നിരുന്ന് പറയുവാനോ ഒന്നും ആരുമില്ല. കാരണം സഹോദരങ്ങളൊക്കെ അവർക്ക് വിവാഹം കഴിഞ്ഞു, എന്റെ ചെറുപ്പത്തിലെ അവർ വിവാഹം കഴിഞ്ഞു പോയി. സ്തോത്രം. ആരും അടുത്ത് വരാനോ അല്ലെങ്കിൽ അടുത്ത് വന്നിരുന്ന് പറയുവാനോ ഒന്നുമില്ലാതെ അതിവേദന കൊണ്ട് പുളയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. കാല്
വെയിറ്റ് കട്ടിലിനടിയിലോട്ട് താന്നു കിടക്കുകയാണല്ലോ. ഓരോ ദിവസം ചെല്ലുന്ന ഒരു കാലിനെ നീള വെക്കുക. ദൈവമക്കളെ, അത് വേദന കൊണ്ട് പൊളയുമ്പോഴും ഞാൻ നല്ല സ്വപ്നങ്ങളെ മാത്രം കണ്ടു. എന്തേ അപ്പാ നീ എനിക്ക് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിച്ചില്ല. നീ എല്ലായ്പ്പോഴും ഏകോഭക്തിയോടെ ഇരിക്കാം, നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. അല്ലെങ്കിൽ വേദന കൊണ്ട് ഉറങ്ങാത്ത രാത്രികൾ കിടക്കുമ്പോഴും നാളെ കുറിച്ച് നല്ല സ്വപ്നങ്ങളെ കണ്ടു. ദൈവമക്കളെ, സ്തോത്രം ചെയ്യുന്നു. നീ തകർന്നു പോയെന്ന് പറയല്ലേ, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നീ അവസാനിച്ചു എന്ന് പറയല്ലേ. താങ്ങും കരകളൊക്കെ ഉണ്ട്. അല്ലേലിയ സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു. ഡോക്ടർമാരൊന്നും പറഞ്ഞു എഴുന്നേക്കത്തില്ല. കാരണം ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എന്റെ ബോൺ എന്റെ വയറിനകത്ത് കൊണ്ടിയല്ലേ, എനിക്ക് എഴുന്നേറ്റിരിക്കത്തില്ല. കാരണം ആരും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം ചെയ്യുന്നു. എല്ലാരും നോക്കി എല്ലാരും പോകും. ഹല്ലേലൂയ സ്തോത്രം. യോബ് ഹല്ലേലൂയ കഷ്ടതയിൽ കൂടെ കടന്നപ്പോ സഹിതന്മാരൊക്കെ വന്ന് കണ്ടുപോയതുപോലെ ഹല്ലേലൂയ എല്ലാരും വന്ന് കണ്ടിട്ട് പോകും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അതിനപ്പുറം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ ഞങ്ങളുടെ ഒരു വൈദ്യനെ കൊണ്ടുവന്നു. വൈദ്യം വന്ന് നോക്കിയിട്ടത് മക്കളെ സ്തോത്രം ചെയ്യുന്നു. ലാസറിനെ തുണിക്കകത്ത് പൊതിഞ്ഞതുപോലെ എന്റെ ഹല്ലേലൂയ ഹിപ്പന്റെ ഏണ് മുഴുവൻ വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് നോക്കി. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ചരിയുവാൻ, ഒന്ന് മറിയുവാൻ, ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ കൂടെ കടന്നുപോയി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മാതാവ് വിചാരിച്ചു, എത്ര നാൾ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുഞ്ഞിനെ ഇങ്ങനെ കിടക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന മന്ത്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ കിടക്കയിലെല്ലാം ചെയ്യും. അതിനുള്ള സൗകര്യങ്ങളൊന്നും കിടക്കയിലാണ് എന്റെ മാതാവ് എല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ സമയത്ത് എന്റെ മാതാവ് വിചാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. ഹല്ലേലൂയ എത്ര നാൾ ജനിച്ചപ്പം മുതൽ കണ്ടതിനും ഇതിനിടയിൽ ജനിച്ച സമയത്തൊക്കെ ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് ഭാരങ്ങൾ ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം കടന്നുപോയി. ഹല്ലേലൂയ ഈ വളഞ്ഞ കാൽ ഒരിക്കലും നേരെ കിടക്കത്തില്ല, വളഞ്ഞു പോകും. ഈ സമയത്ത് നിങ്ങൾക്ക് അറിയണോ, ഹല്ലേലൂയ തെങ്ങിന്റെ, നിങ്ങൾ ചിന്തിക്കും എന്റെ അമ്മമ്മയുടെ അന്നത്തെ അറിവാ, ഹല്ലേലൂയ തെങ്ങിന്റെ മടല് ചെറുതായിട്ട് കനം കുറച്ച് ചേച്ചിട്ട് അത് തുണിയെ ചുറ്റി എന്റെ വളഞ്ഞ കാല് വെച്ച് കെട്ടി വെക്കുമായിരുന്നു. എന്തിനെന്നറിയാവോ, ഈ വളഞ്ഞ കാല് നികരും, ഈ അസ്ഥി ബോൺ നിവരുമെന്നോർത്ത്. അങ്ങനെ കുഞ്ഞുനാളുകളിലെ സ്തോത്രം ഹല്ലേലൂയ ചിരിക്കുന്നു. ഉറങ്ങാൻ പോലും കഴിയാത്ത രാത്രികളായിരുന്നു. എനിവേ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ എണ്ണീറ്റിരിക്കുമ്പോൾ ഈ ബോൺ ഈ വയറിനകത്തേക്ക് കൊണ്ടുകയറും. അത് കാരണം എണ്ണീറ്റിരിക്കത്തില്ല. അങ്ങനെ അവസാനം ഡോക്ടർമാരുടെ അടുക്ക്, ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സ്പെഷ്യൽ ഡോക്ടറുണ്ട്, ബോൺ സ്പെഷ്യലിസ്റ്റ്, ബോബൻ ഡോക്ടറിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറും കാരണം എല്ലാരും ഒന്നും പറയാനില്ല. മക്കളെ, എന്നാൽ അന്ന് രാത്രി സ്തോത്രം ആ ഡോക്ടർ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ ആ രാത്രിയിൽ ഞങ്ങൾ മരിക്കുവാനുള്ള തീരുമാനിച്ചപ്പോൾ അന്ന് രാത്രിയിൽ ആരോ എന്നെ വന്ന് സ്പർശിക്കുന്നതായിട്ട് തോന്നി. അല്ല, ഞാൻ ഓർത്തു എന്റെ മമ്മി ആയിരിക്കും, കാരണം അല്ലാതെ അടുത്ത് ആര് വരാനാ, മമ്മി ആയിരിക്കും എന്ന് ഓർത്തു വന്നല്ല. ഹല്ലേലൂയ അന്ന് രാത്രി അതുവരെ ഉറങ്ങാത്ത ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല, ഓയിൽമെന്റ് തൊട്ട് ഉറങ്ങത്തില്ല. കാരണം സ്തോത്രം അന്ന് രാത്രി ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അതുവരെ എഴുന്നേറ്റിരിക്കാത്ത ഞാൻ തന്നെ ഇരിക്കാൻ തുടങ്ങി. സ്തോത്രം ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കാലം എന്നെ സ്പർശിച്ചത് എന്റെ കർത്താവിന്റെ കരമായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, അന്ന് ഹല്ലേലൂയ തൊട്ട കർത്താവിന്റെ കരം ഈ കൊച്ചിനെ സൗഖ്യമാക്കി നടത്താൻ പറ്റുമെന്ന്. അല്ല ദൈവമക്കളെ, അന്ന് ഞാൻ എണ്ണീറ്റ് വരുന്നുവെങ്കിൽ എന്റെ സാക്ഷി അവിടെ കൊണ്ട് അവസാനിച്ചേ. അല്ലെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ അന്ന് ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങളെ പോലെ ഞാൻ നടക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്റെ സാക്ഷി അവിടെ വന്ന് തീർന്നേനെ. സ്തോത്രം. അല്ലെങ്കിൽ അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുള്ളൂ. ദൈവമക്കളെ, നമ്മൾ ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരാ. ഹല്ലേലൂയ ഈസി മാർഗമല്ല. ഹല്ലേലൂയ അനേക കഷ്ടങ്ങളിൽ കൂടെ മാത്രമേ എന്റെ അപ്പന്റെ അടുക്കൽ എത്താനായി കഴിയുള്ളൂ. കഷ്ടത കണ്ട് നിൽക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. 4 കടലുകൾ കോളുകൾ ഹല്ലേലൂയ ആഞ്ഞടിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം. 4 ഹല്ലേലൂയ നീ മുങ്ങിത്താഴുന്നു എന്ന് തോന്നുമ്പോൾ ഹല്ലേലൂയ കടലിന്റെ മീതെ ഇറങ്ങി വന്ന് നിന്റെ നേരെ കൈനിട്ടത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ രാത്രി ഉറങ്ങാതെ വണ്ണം ഹല്ലേലൂയ തലയിടയിൽ കണ്ണുനീര് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ അപ്പാ നീ എന്റെ അടുക്കലേക്ക് ഒന്ന് വരണമേ എന്ന് പലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്റിനെയും കോളിനെയും ശാന്തമാക്കി എന്റെ പിതാവ് ഹല്ലേലൂയ വെള്ളത്തിന്റെ മീതെ 4 ഇറങ്ങി വന്നതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങി വരുന്ന ഒരു പാൽക്കാലം, ഇറങ്ങി വരുന്ന ഒരു രാത്രി ആയിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ഹല്ലേലൂയ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു.
അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അന്ന് എഴുന്നേറ്റു, ഞാൻ ഇരുന്നു. അതിനുശേഷം ഞാൻ PGDCക്ക് പഠിക്കുവാനൊക്കെ പോയി. സ്കൂളുകളിൽ ജോലിക്ക് പോയി ഹല്ലേലൂയ ദൈവമക്കളെ ഓർക്കുക. അല്ലെങ്കിൽ പല സ്കൂളുകളിൽ എന്നെ പറഞ്ഞു വിട്ടു, കാരണം നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം ഞാൻ പെന്തക്കോസ്തുകാരത്തി ആയതുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് കർത്താവ് സ്തോത്രം എന്നെ പല സ്കൂളുകളിൽ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ വളരെ വേഗത്തിൽ എന്റെ സാക്ഷ്യം പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. സത്യം മിനിസ്ട്രിയുടെ പബ്ലിക്കേഷൻ സത്യം മിനിസ്ട്രി CV വടവനയുടെ ഒരു ഓഫീസ് തിരുവല്ലയിലുണ്ടായിരുന്നു. അവിടെ ഹല്ലേലൂയ മെന്റൽ റിട്ടാർഡേഷൻ ആയ കുട്ടികളുടെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ഇരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ ആ സ്കൂളിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന അനേകം മെന്റൽ റിട്ടാർഡേഷൻ ആയ കുട്ടികളെ ചെന്ന് കണ്ട് ഹല്ലേലൂയ പഞ്ചായത്തുകളിൽ ചെന്ന് ഹല്ലേലൂയ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ കളക്ഷൻസ് എടുത്തുകൊണ്ട് അങ്ങനെ സ്കൂള് അവിടെ ആരംഭിക്കുക. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും അവരാണ് ചെയ്തത്. ബിൽഡിംഗ് അവർ തന്നു. എല്ലാം നമുക്ക് പിള്ളേരെ കളക്ട് ചെയ്ത് മാത്രം കൊണ്ടുവന്നാൽ മതി. ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ കൊണ്ടുവന്ന് ഹല്ലേലൂയ സ്കൂൾ ആരംഭിക്കുകയും അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ കാലിഫോർണിയയിലേക്ക് വേൾഡ് വീൽ ചെയർ മിഷന്റെ ഒരു കോൺഫറൻസ് നടക്കുവാനായിട്ട് കാലിഫോർണിയയിൽ 10 ദിവസത്തെ വീൽ ചെയർ മിഷന്റെ ഒരു കോൺഫറൻസ് അവിടെ നടക്കാൻ വേണ്ടി അവിടുന്ന് ഒരു വിസ എനിക്ക് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് ലഭിക്കുവാൻ തക്കവണ്ണ ഇടയായി തീർന്ന് 10 ദിവസം ഒരു ദിവസം ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പ്രസംഗിക്കുവാനായിട്ട് പോകുവാനൊരു അവസരം ഞാൻ പോയില്ല കേട്ടോ. ഇങ്ങനെ ടൈം ഇങ്ങനെ കിട്ടി. ഈ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ അനേക കഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ പോയി. ഈ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട അനുഭവം ഒക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെ വീടിനകത്ത് ഇന്റേണൽ കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു ചെറിയ ഹല്ലേലൂയ വീട്ടിലേക്ക് ഞാൻ മാറി താമസിക്കുവാൻ, ഒരു കുഴിയാണ് ആ വീട്, അവിടെ മാറി താമസിക്കുവാനൊക്കെ ഹല്ലേലൂയ അനേക കഷ്ടങ്ങള് ഞാൻ ആ സമയത്തൊക്കെ കടന്നുപോയി. ഹല്ലേലൂയ ഹല്ലേലൂയ വളരെയേറെ ഭാരങ്ങൾ കഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ആ സമയത്തുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാൻ പോലും കഴിയാത്ത ജീവിതാനുഭവങ്ങൾ അന്ന് എനിക്ക് എവിടെ ഉണ്ടായി. എന്നാൽ ആ സമയത്ത് ഹല്ലേലൂയ സത്യം മിനിസ്ട്രിയിലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ വിസ ഇങ്ങനെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഈ വിസ എനിക്ക് അടിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ 3 പ്രാവശ്യം റിജക്ട് ചെയ്തു. കാരണം ചോദിച്ചാല് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിസ റിജക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ. എനിവേ അങ്ങനെ 10 ദിവസത്തേക്ക് ഹല്ലേലൂയ വിസ അടിച്ചു കിട്ടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഈ ഇരിക്കുന്ന സമയത്ത് വിസ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഞങ്ങളുടെ വീടിന്റെ ബാത്റൂമിനകത്ത് വീഴുകയും എന്റെ മുട്ടിനകത്ത് വെയിൻ മുറിഞ്ഞു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. തളർന്ന കാല് ഹല്ലേലൂയ ബോൺ ഇല്ലാത്ത കാല് സ്തോത്രം ചെയ്യുന്നു. എന്റെ കാല് നീണ്ടുകൊണ്ടിരുന്നത് എന്റെ ബോൺ വിട്ടുപോയി. പണ്ട് എനിക്ക് ബോൺ ഇല്ല എന്ന് പറഞ്ഞല്ലോ, ആ വീഴ്ചയിൽ വീണ്ടും ആ ബോൺ മുറിഞ്ഞു പോയതുകൊണ്ട് എന്റെ കാലിന് നീളം വെച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ വീണ്ടും ആ കാലിന്റെ മുട്ടിന്റെ വെയിൻ മുറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീട്ടിന്റെ ബാത്റൂമിനകത്ത് വീണു. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ ഡോക്ടർമാർക്ക് ഇതുപോലെ തന്നെ ആർക്കും ഒന്നും അറിയാൻ കഴിയാത്തതാണ്. കാരണം കാല് തളർന്ന് ഒരു കാല് വളഞ്ഞ് ഹല്ലേലൂയ അവരെന്റെ കാലിന്റെ മുട്ടിന് ഹല്ലേലൂയ ഒരു ബാൻഡേജും ഇട്ട് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുകാർ വിട്ടു. ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം വീട്ടിലെ ഞാനും എന്റെ മമ്മി ഹല്ലേലൂയ ഹല്ലേലൂയ താമസിക്കുന്ന വീടിനകത്ത് ഒരു താഴെ കുഴിയാണ്, അവിടെ താമസിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഹല്ലേലൂയ എന്റെ കാലിന്റെ മുട്ടിങ്ങനെ പൊങ്ങി വരികയാണ്. ഓരോ ദിവസം ചെല്ലും തോറും എന്റെ കാലിന്റെ മുട്ട് പൊങ്ങിക്കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ അതിഭയങ്കരമായ വേദനയായി ഞാൻ ഭാരപ്പെടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹോസ്പിറ്റലുകാർ ചെല്ലുമ്പോഴൊക്കെയും ഹല്ലേലൂയ പെയിൻ കില്ലർ തരും, അതിന് ഓയിൽമെന്റ് ഇടും, നമ്മുടെ പച്ചമരുന്നുകൾ അരച്ചിടും. ഒരു ദിവസം പോലെ എന്റെ കാലിന്റെ മുട്ടിനകത്ത് നീര് കുറയുന്നില്ല. അത് വേദന കൊണ്ട് സഹിക്കുവാൻ കഴിയില്ല. അവസാനം ഈ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുകാരും പറഞ്ഞു വിട്ടു. അങ്ങനെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറാണ് കണ്ടുപിടിച്ചത് മുട്ടിനകത്തെ വെയിൻ മുറിഞ്ഞു പോയതുകൊണ്ട് എന്റെ ശരീരത്തോട് ഒഴുകുന്ന ബ്ലഡ് മുഴുവനും ഈ വെയിനിൽ നിന്ന് ഹല്ലേലൂയ ഒഴുകി അതാണ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ ഡോക്ടർ ഹല്ലേലൂയ നമ്മുടെ കൈയുടെ വലിപ്പമുള്ള സിറിഞ്ച് കൊണ്ട് എന്നെ ഒന്ന് മരവിപ്പിക്കാതെ പോലും ഹല്ലേലൂയ ആ ബ്ലഡ് മുഴുവൻ ഇഞ്ചക്ഷൻ ചെയ്ത് വലിച്ചെടുത്തു. അതിനുശേഷം എന്റെ മുട്ടിനകത്ത് വീണ്ടും പ്ലാസ്റ്റർ ഇട്ട് എന്നെ കിടത്തി. കാരണം മുറിഞ്ഞു പോയ വെയിൻ ജോയിൻ ചെയ്യാൻ ബ്ലഡ് സർക്കുലേഷൻ കുറവാണല്ലോ. ഹല്ലേലൂയ വെയിൻ തമ്മിൽ ജോയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് വീണ്ടും പ്ലാസ്റ്റർ തന്നെ കിടത്തി. ഹല്ലേലൂയ ദൈവമക്കളെ അതിനുശേഷം 3 മാസത്തോളം ഹല്ലേലൂയ തളർന്ന കാലിലെ ബോണില്ലാത്ത കാലിലെ സ്തോത്രം ചെയ്യുന്നു വെയിൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കിടന്നു. അതിനുശേഷം എന്റെ കാലുകൾ മടങ്ങാതായി. കാരണം സ്തോത്രം ബ്ലഡ് സർക്കുലേഷൻ മുഴുവനും നിന്നു. 3 മാസങ്ങളോളം ഇങ്ങനെ കിടന്നത് കൊണ്ട് എന്റെ കാലോട് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒരു കമ്പൊടിക്കുന്ന പോലെ ഞാൻ ഹല്ലേലൂയ എന്റെ കാല് ഞാൻ ഒടിച്ചു എന്ന് പറയാം. അങ്ങനെ ഹല്ലേലൂയ മടങ്ങാൻ വേണ്ടി
ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വീൽ ചെയറിലായി ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ വീൽ ചെയറിലായി എന്റെ സത്യമേശ്വരിലെ ജോലി നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയായി ഹല്ലേലൂയ. ജീവിക്കുവാൻ യാതൊരു ഹല്ലേലൂയ അവസ്ഥകളെ പേരൻസും ഒക്കെ ഉണ്ട്. പ്രായമുള്ള പേരൻസ് ആണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളെല്ലാം ഫാമിലി ആണ്. ഹല്ലേലൂയ. അവരെല്ലാം വിവാഹിതരായി. ഹല്ലേലൂയ. സ്തോത്രം. ഈ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഹല്ലേലൂയ. എല്ലാവർക്കും ഉള്ള സ്വപ്നങ്ങൾ പോകലിക്ക് എന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അനാഥാലയത്തിലേക്ക് പോകാനായി തീരുമാനിച്ചു. ഹല്ലേലൂയ. അനാഥാലയത്തിലേക്ക് പോകുവാൻ കെട്ടിയെടുക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ ഭയങ്കര വേദനയായിരുന്നു. കാരണം ഹല്ലേലൂയ നല്ല ഒരു ഫാമിലി, നല്ല വിദ്യാഭ്യാസത്തിൽ ഹല്ലേലൂയ ഈ അവസ്ഥയിലൊക്കെ വന്നു. എന്റെ ജീവിതം ഹല്ലേലൂയ അനാഥാലയത്തിൽ തീരുമോ എന്ന് വളരെയേറെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്തും ദൈവത്തിന്റെ ആത്മാവി സമയത്ത് തിരുവല്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ 2 സിസ്റ്റേഴ്സ് വന്ന് കാണുകയും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവിടെ എന്നെ കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റി പോയി തീസിസ് എഴുതുന്ന സമയത്ത് ഹല്ലേലൂയ, ഞാൻ ആന്റിയുടെ പേരൊന്നും പറയുന്നില്ല, തീസിസ് എഴുതാൻ പോയ സമയത്ത് എന്നെ കുറിച്ച് പറയുകയും അവിടുത്തെ സിസ്റ്റേഴ്സ് ഹല്ലേലൂയ എന്നെ വന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഹല്ലേലൂയ അവരുടെ സ്കൂളിലേക്ക് എന്നെ എടുത്തു. ഹല്ലേലൂയ അവിടെ എല്ലായിടത്തും വീൽ ചെയർ മേടിച്ച് തന്ന് എന്നെ ജോലിക്ക് എടുത്തു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ദൈവമക്കളെ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കാണാം, ഈ കൊച്ചു നടക്കുമെന്ന് അറിയിക്കാമെന്നും പറഞ്ഞ് ഹല്ലേലൂയ എന്നെ അവിടുത്തെ സിസ്റ്റർ ഹല്ലേലൂയ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ എന്നെ നോക്കിയപ്പോൾ എന്റെ 2 കാലും പിടിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാ. കാരണം എന്റെ കാലുകൾക്ക് ബലമില്ല, വാക്സിൻ വന്ന് തളർന്ന് എന്റെ കാലുകൾക്ക് ബലമില്ലാത്തത് കൊണ്ട് അല്ലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചു വിടുമ്പോൾ ദൈവമക്കളെ സ്തോത്രം എന്റെ കണ്ണൊന്നും നിറഞ്ഞു. അതുവരെ ഇരുന്ന് എനിക്ക് എഴുന്നേൽക്കാമെന്നുള്ള എന്റെ സ്വപ്നം ഹല്ലേലൂയ കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നുള്ള ഡോക്ടറിന്റെ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചന്ദ്രകവേശകഭേദ്രഭൂമിന്റെ ദൈവം എന്നെ വിടിവിച്ചില്ലേലും, ഞാൻ നടന്നാലും നടന്നില്ലേലും, ഞാൻ എഴുന്നേറ്റാലും അപ്പാ നീ മാത്രം മതി എന്ന് പറഞ്ഞു ഹല്ലേലൂയ ഡോക്ടറിന്റെ കസേരയിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ ഇരുന്ന് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ എന്റെ കൂടെ ആ സിസ്റ്റർ കൊണ്ട് ഇറങ്ങുമ്പോൾ ഡോക്ടറിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ എന്നെ മാനിച്ചില്ല, എന്നെ കൊണ്ടുപോയ സിസ്റ്ററിനെ മാനിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററിന് കൂടെ വന്നത് കൊണ്ട് ഈ കുഞ്ഞിനെ ഹല്ലേലൂയ ഇവളെ സർജറി റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്ക ഹല്ലേലൂയ എന്ന് പറഞ്ഞു എന്നെ സർജറി റൂമിലേക്ക് കൊണ്ടുപോയി. 2 ഡോക്ടേഴ്സിന്റെ 2 കാലിനും ബലമില്ലല്ലോ, 2 കാലിനും പിടിച്ച് അവരുടെ കാലിൽ പ്ലാസ്റ്ററിങ്ങിന് ചുറ്റി നിൽക്കുവാണെങ്കിൽ മാത്രം ഞാൻ ഇപ്പോൾ ഇടുന്ന 6 കിലോയുടെ കാലിപ്പേ ഷൂ ആണ്, അതിടാനായി പറ്റൂ. കാരണം അത് ഇടാൻ എന്റെ 2 ഏണിനും ബലമില്ലാത്തത് കൊണ്ട് ഇടാനൊന്നും പറ്റത്തില്ല. എങ്കിൽ പോലും സിസ്റ്റർ കൊണ്ടുവരുന്നത് കൊണ്ട് എന്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ അവരൊരു ഹല്ലേലൂയ ഡെമോ പോലെ എന്റെ 2 കാലിന് പ്ലാസ്റ്ററിങ് 2 കാലിലേക്ക് 2 ഡോക്ടേഴ്സ് പിടിച്ചിട്ട് ഹല്ലേലൂയ അത് അവരെ പ്ലാസ്റ്റർ ഇട്ട് നോക്കി, നിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കൃപയാൽ 2 കാലുകൾക്കും ബലമില്ലാത്ത ഞാൻ ഹല്ലേലൂയ പ്ലാസ്റ്ററിന്റെ ഹല്ലേലൂയ സപ്പോർട്ടോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ സ്തോത്രം. അത് ഇട്ട് കഴിഞ്ഞപ്പോ ഡോക്ടേഴ്സിന് പോലും അതിശയമായി. ഹല്ലേലൂയ ഡോക്ടർ പറഞ്ഞു, ഇനി എന്റെ കാലിലെ വെയിനെല്ലാം ചുരുങ്ങി ഇങ്ങനെ മടങ്ങി ചുളുങ്ങി ഇരിക്കുകയാണല്ലോ കൂനിക്കുന് നടന്നത് കൊണ്ട്, അപ്പൊ ഈ വെയിൻ നേരെയാകാൻ വേണ്ടി അല്ലെങ്കിൽ 3 ആഴ്ച പ്ലാസ്റ്റർ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ ദൈവമക്കളെ ഈ പ്ലാസ്റ്ററിനകത്തൂന്ന് ഹല്ലേലൂയ വന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ ഹല്ലേലൂയ ഭയങ്കരമായ വേദനയായി. അങ്ങനെ ഈ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞതിന് ശേഷമേ ഹല്ലേലൂയ എന്റെ കാലിൽ കാലിപ്പേ ഷൂ ഇടാൻ പറ്റൂ, കാലിപ്പേ ഷൂ ഇട്ടാലും ഞാൻ നടക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. ഈ പ്ലാസ്റ്റർ കിടക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എന്റെ കാലയിൽ പ്ലാസ്റ്റർ കൊണ്ട് കയറിയിട്ട് ബ്ലഡ് ഒക്കെ പൈപ്പ് ചെയ്ത് പോകുന്ന പോലെ പോകുക, അതിവേദനയാല് ഭാരപ്പെടുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാനായി തുടങ്ങി. അങ്ങനെ ഹല്ലേലൂയ അതിനുശേഷം ദൈവമക്കളെ ഈ കാലയിൽ കാലിപ്പേഴ്സിന്റെ ഷൂ ഇട്ടു. ഈ എല്ലാ ചെലവ് സ്കൂളുകാര് വഹിച്ചു. ദൈവമക്കളെ നിനക്ക് വേണ്ടി കരയുന്ന, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിനക്ക് വേണ്ടി ഫറവോനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്കൂളുകാര് സകല എക്സ്പെൻസും വഹിച്ചു. പണ്ട് ഞാനിങ്ങനെ എന്റെ പപ്പായോട് പറഞ്ഞപ്പ ഞാനൊന്ന് എഴുന്നേറ്റ് എന്റെ കാലിന്റെ വളം ഒന്ന് പോയിരുന്നേലെ നിൽക്കാമായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു മുട്ടിന് സർജറി ചെയ്യണം, കാലിന്റെ പൊത്തയിൽ സർജറി ചെയ്യണം, അനേക സർജറി ചെയ്താൽ ഇപ്പൊ ഉള്ളതുപോലെ നടക്കാൻ പറ്റത്തില്ല കുഞ്ഞെ, ഇപ്പോഴെങ്കിലും ഇങ്ങനെങ്കിലും കിടപ്പിലായി പോയാൽ എന്ത് ചെയ്യുമെന്നോർത്ത് എല്ലാ പ്രതീക്ഷകളും അവിടെ എല്ലാം അസ്തമിച്ചപ്പോഴും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവല്ലാതെ പറയുവാൻ ആരുമില്ല. എല്ലാരും ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്നു. നിന്റെ സങ്കടം കേൾക്കാൻ പലരും കാണും, ഒരുപക്ഷെ നിന്നെ ആശ്വസിപ്പിക്കാൻ പലരും കാണും. പക്ഷെ യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നീ എന്റെ അടുക്ക വരണം, നീ എന്റെ അടുക്ക വരണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു യേശുപ്പച്ചനുണ്ട്. ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥന കർത്താപ്പച്ചന്റെ സന്നിധിയിലായിരിക്കണം.
അങ്ങനെ സ്കൂളുകാരെ സകല എക്സ്പെൻസും വഹിച്ചു. സ്കൂളുകാരെ സകലവും വഹിച്ചതിന് ശേഷം സ്വോത്രം ഇത് ഷൂ ഒക്കെ ഇട്ടു. അതിനുശേഷം എനിക്ക് നടക്കാൻ ഭയങ്കര പാടായി. കാരണം ഇത്രയും ഈ ബലമില്ലാത്ത കാലെ 6 കിലോ വെയിറ്റ് എങ്ങനെ തൂങ്ങി നടക്കുന്ന ഹല്ലേലൂയ ഞാൻ ട്രൈ ചെയ്യാനായി തുടങ്ങി. ഹല്ലേലൂയ നമ്മുടെ വില്ലിങ്, നമ്മുടെ മനസ്സ്, നമുക്ക് അതാ കർത്താവ് നമുക്ക് ബലം തരുന്നത്. ഹല്ലേലൂയ എനിക്ക് നടക്കണം, എനിക്ക് പിടിച്ചോണ്ട് നടക്കണം, എല്ലാരെ പോലെ നടക്കണം, എല്ലാവരെ പോലെ നിൽക്കണം എന്നുള്ള എന്റെ ആഗ്രഹത്തിൽ ഞാൻ ചെയ്യാനായി തുടങ്ങി. അപ്പോഴും ഭയങ്കര വേദനയായി. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ സ്കൂളുകാരുടെ എക്സ്പെൻസ് വായിച്ച് എന്നാൽ കഴിഞ്ഞില്ല ദൈവമക്കളെ. നിന്നെ ഹല്ലേലൂയ ഒന്നോർക്കുമ്പോ നീ ഓർക്ക തീർന്നു ഒന്ന് ഇല്ല, അടുത്തത് വരുന്നതേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഞാൻ പറഞ്ഞതുപോലെ കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇങ്ങനെ സ്കൂളുകാർ ഇട്ടതിന് ശേഷം സ്കൂളുകാർ 2 ചോയ്സ് എന്റെ മുമ്പിൽ വെച്ചു. ഒന്ന് എന്റെ യൂട്രസ് എടുത്ത് കളയണം, ഒന്ന് ഹല്ലേലൂയ സിസ്റ്റർ ആകണം. ദൈവമക്കളെ ഞാൻ എന്നെ തകർന്നു. അതെനിക്ക് സഹിക്കുവാൻ കഴിയുന്നല്ലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ യേശുപ്പച്ചനോട് പറഞ്ഞു, അപ്പാ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് കർത്താവേ ഞാൻ നിന്നെ കണ്ടിറങ്ങി ഹല്ലേലൂയ ഒരു ജീവിതത്തിന് വേണ്ടി ഹല്ലേലൂയ എന്നെ നീ ഒരു CSIയിൽ ഒരു സിസ്റ്റർ ആകുവാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കല്ലേ എന്ന് കണ്ണുനീരോട് ഞാൻ പറയാൻ പ്രാർത്ഥിക്കാനായി തുടങ്ങി. എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ വനിതയുടെ ഹല്ലേലൂയ ഹെൽമെറ്റിനകത്തൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി അന്യഭാഷകളിൽ ആരാധിച്ചു പോകുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ സങ്കടം കേൾക്കുവാൻ റോഡിലെ മരങ്ങളും ഹല്ലേലൂയ ഓടിപ്പോകുന്ന ബസ്സുകളും അല്ലാതെ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ കണ്ണുനീര് ധാരധാരയായി അന്യഭാഷകളിൽ സ്കൂൾ മുതൽ എന്റെ വീട് വരെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പാ എന്നെ നീ ഒരു സിസ്റ്റർ ആകുവാൻ വിടല്ലേ. എല്ലാവർക്കും ഉള്ള സ്വപ്നങ്ങൾ എനിക്കുണ്ട് കർത്താവേ. ഞാൻ അവിടെ ഹല്ലേലൂയ ഞാൻ അതിനകത്ത് ഒരു അന്തേവാസിയായി ഞാൻ മാറും. ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ എല്ലാരും പ്രാർത്ഥിക്കുന്ന പോലെ സ്തോത്രം ചെയ്യുന്നു. ജനിച്ച നാൾ മുതൽ കഷ്ടങ്ങളും കണ്ണുനീരുകളും ഒറ്റപ്പെടലും വേദനകളും മാത്രമായി എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഹല്ലേലൂയ അനേക സങ്കടങ്ങൾ, ഹല്ലേലൂയ അനേക ആക്സിഡന്റുകൾ ഇനി എന്നെ കുറിച്ച് നിങ്ങളോട് പറയുവാനുണ്ട്. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ അതെല്ലാം മാറ്റുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജപ്പാനിലെ സിസ്റ്ററാകാനായി വിടല്ലേ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും സ്വപ്നം എനിക്കുണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരെ എല്ലാം കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചുകളിലെല്ലാം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുമ്പോ 38 വർഷം വരെ കുളത്തിൽ ഇരുന്നതുപോലെ ഹല്ലേലൂയ എന്നെ സഹായിപ്പാൻ ആരുമില്ലാതെ വണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ ചർച്ചിന്റെ പുറകിൽ പലപ്പോഴും കൂനിയായ സ്ത്രീ വന്നിരിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവേ ഞാൻ ചെന്നിരിക്കുമായിരുന്നു. പക്ഷെ ഒരു ആരാധന പോലും മുടക്കിയില്ലായിരുന്നു. കർത്താവിനെ ആരാധിക്കുമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വരുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഹല്ലേലൂയ ചർച്ചിൽ ചെന്നിട്ട് ഹല്ലേലൂയ ഇങ്ങനെ കൂനി നടക്കുന്ന മറ്റുള്ളവരൊക്കെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നേരത്തെ പോയി ചർച്ചിന്റെ കസാരകളിൽ ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ സിസ്റ്ററാകനെ അതെനിക്ക് താങ്ങാൻ കഴിയത്തില്ല. ഹല്ലേലൂയ എന്റെ യൂട്രസ് എടുത്ത് കളയണേ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പാ നീ എനിക്കൊരു വിവാഹം തരണമേ. കാലുള്ളവർക്ക് മാത്രമല്ലപ്പാ വിവാഹം, കാലില്ലാത്ത എനിക്ക് വിവാഹമുണ്ടെന്ന് മറ്റുള്ളവർ കാണണപ്പാ. നീ എനിക്കൊരു തുണയെ തരണേ യേശുപ്പച്ചാ, കർത്താവച്ചാ എനിക്കൊരു തുണയെ തരണേ. ഞാൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ഈ ഇതിനിടയിൽ ഹല്ലേലൂയ വിവാഹ ആലോചനകൾ വരികയും ഹല്ലേലൂയ അത് എല്ലാം ആൾക്കാരെന്നെ ഹല്ലേലൂയ കാലുവൈ എന്ന് പറഞ്ഞവർ പാസ്റ്ററും കുടുംബവും ഹല്ലേലൂയ സഭകളും എല്ലാം വളരെയേറെ നിന്ദിക്കുകയും പോവുകയൊക്കെ ചെയ്തു. ഹല്ലേലൂയ സമയത്ത് ഹല്ലേലൂയ മക്കളെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനെ തുടങ്ങി. എന്നെ ആര് വിവാഹം കഴിക്കും? ഹല്ലേലൂയ ആരോട് പറയാൻ പറ്റും? ഇരുകാലുകളും തളർന്ന് വീൽ ചെയറിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടെന്ന് ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? ഗുഡ് ന്യൂസ് പരസ്യം കൊടുക്കാൻ പറ്റുമോ? ആര് ആലോചിക്കും? ആരുടെ വീട്ടുകാര് സമ്മതിക്കും? സ്തോത്രം ചെയ്യുന്നു. ഇനി ചെറുക്ക സമ്മതിച്ച വീട്ടുകാരെ സമ്മതിക്കും, അമ്മയപ്പന് സമ്മതിക്കോ? അമ്മയപ്പനും ചെറുക്ക സമ്മതിക്കോ? സമൂഹം ആര് സമ്മതിക്കും? ഹല്ലേലൂയ ഒരു കാല് മുഴുവൻ വളഞ്ഞ് ഒരു കാല് തളർന്ന് വീൽ ചെയറിയിരിക്കുന്നത് ഹല്ലേലൂയ പറയുവാൻ തക്കവണ്ണം സമ്പന്നതയില്ല, പറയുവാൻ തക്കവണ്ണം പറയത്തക്കവണ്ണം ജോലിയില്ല, ഒന്നുമില്ല, കാണിക്കാൻ മുന്നിൽ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോ ഹല്ലേലൂയ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പാ നീ എനിക്കൊരു തുണയെ തരണേ. അതൊരു ദൈവദാസനായിരിക്കണമേ, അത് ഹൈന്ദവ മാർഗത്തിൽ വിശ്വാസത്തിൽ വന്നതായിരിക്കണമേ, അത് കറുത്തതായിരിക്കണമേ, അത് കഷണ്ടി ആയിരിക്കണമേ. അവിടെ നാത്തൂമാര് കാണല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കാരണം സ്തോത്രം ചെയ്യുന്നു. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് കർത്താവിനെ കണ്ടിറങ്ങിയ, കർത്താവിനെ സ്നേഹിച്ചിറങ്ങിയ ആളെ എന്നെയും സ്നേഹിക്കുമല്ലോ. ഒന്ന് ഹല്ലേലൂയ കറുത്തതായിരിക്കണം, കഷത്തിന്റെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. വല്ല സുന്ദരന്മാരും ആണെങ്കിൽ പെൺപിള്ളാരുടെ പറയാൻ പോയാൽ എന്താ ചെയ്യും? അതൊക്കെയായിരുന്നു എന്റെ ചിന്തകളെ. ഹല്ലേലൂയ നാത്തൂരാണെങ്കിൽ അവിടെ ചെന്ന അമ്മമാർക്ക് എപ്പോഴും പെൺപിള്ളാരോട് ഇഷ്ടം വരുമല്ലോ.
അപ്പൊ അങ്ങനെ എനിക്ക് വഴക്ക് പിടിക്കായിരുന്നു വയ്യ. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ പലതും അങ്ങനെ ചിന്തി, കർത്താവെ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടത്തി വരുമല്ലോ, അപ്പൊ പിന്നെ നമുക്ക് രണ്ടാം സ്ഥാനമല്ലേ ഉള്ള. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ 1000 കാര്യങ്ങൾ വെച്ച് കർത്താവിനെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അല്ലെങ്കിൽ സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിസ്റ്ററാവിന്റെ സമയമായി, ഞാൻ സൈൻ ചെയ്യേണ്ട സമയമായി, എന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഭയങ്കരമായി അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. സ്തോത്രം. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിനെ നിയമിക്കുമെന്ന്. ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിനെ നിയമിക്കുന്ന സമയം പോയെന്നാ നോക്കുന്നേ. ഹല്ലേലൂയ. എന്റെ വാച്ചൊന്നും ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ വാഗ്ദത്തം കേട്ടു. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, അതിഭയങ്കരമായ വേദനകളിൽ കൂടി കടന്നുപോയി. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റെ വീട്ടുകാർ പോലും വളരെയേറെ വേദനിപ്പിക്കുന്ന അവസ്ഥകളിൽ സംസാരങ്ങളൊക്കെ സംസാരിച്ചപ്പോ ആരും തണ്ണുമില്ലാതെ, ഒരു നല്ല വാക്ക് പറയുവാൻ ആരുമില്ലാതെ, കാരണം ഈ കാലം തളർന്ന് എന്നോട് എന്നെ എൻകറേജ് വാക്കുകൾ പറയുവാനാ, മുന്നിൽ ശൂന്യതമാണെന്ന് കാണുന്നോട്ട് നാളെ നിനക്ക് നല്ലത് വരുമെന്ന് പറയുവാൻ ആരുമില്ലായിരുന്നിടത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ സമയം കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ അവരുടെ വീട്ടിൽ മാന്നാർ എന്ന സ്ഥലത്താണ്, മാന്നാർ കുട്ടമ്പേരൂര് എല്ലാ വർഷവും 40 ദിവസം ഉപവസിക്കും. ആ വർഷം 40 ദിവസം ഉപവസിക്കുന്ന സമയത്ത് കർത്താവ് ദാസന്റെ പ്രാർത്ഥന മുറിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു കൊടുത്തു. ദൈവങ്ങളെ, കൊർന്നല്യോസിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. അതേ കൊർന്നല്യോസിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസന്റെ 36ാമത്തെ ദിവസം, 40 ദിവസത്തിലെ 36ാമത്തെ ഉപവാസം പ്രാർത്ഥനയിലെ അവരുടെ ചെറിയ വീടിന്റെ റൂമിനകത്ത് ഹല്ലേലൂയ. അതിനു മുമ്പേ ഞാൻ പറയട്ടെ, എല്ലാ വർഷവും 40 ദിവസം ഉപവസിക്കുന്ന ദിവസം ഞങ്ങളുടെ വിവാഹത്തിന് 1 വർഷം മുമ്പ് ഒരാളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ വന്നിട്ട് കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ദേവദാസ, നിങ്ങളുടെ ഈ മുറിയിൽ, ചെറിയ വീടാണ്, കൊച്ചു 2 റൂമേ ഉള്ളൂ, റൂമിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ദേവദാസനെ, ഈ മുറിയിൽ കറങ്ങുന്ന കസേരയിലെ ഒരു മുണ്ടിയായ പെൺകുട്ടി ഇരിക്കുന്നു, നിങ്ങൾ അതിനെ ചേർത്ത് കൊള്ളണം, സ്തോത്രം, തള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാരും ഓർത്ത് എന്നാന്നറിയാവോ, ആരോ കാലുയർത്തൊരു പ്രാർത്ഥിക്കാൻ വരും, പ്രാർത്ഥിക്കണമെന്ന് ഓർത്തു. അങ്ങനെ വിട്ടു. പിറ്റേ ആണ്ടിൽ വീണ്ടും കർത്താവിന്റെ ദാസൻ ഉപവസിക്കുന്ന സമയത്ത്, ആ സമയം ഞാൻ ഇവിടെ സിസ്റ്റർ ആകേണ്ട സമയമായി. അല്ലെങ്കിൽ ദൈവാത്മാവ് കർത്താവിന്റെ ദാസന് എന്നെ കാണിച്ചു കൊടുത്തു. ഒരു വീടിന്റെ മൂലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. എന്നിട്ട് ഫോൺ നമ്പർ എഴുതി ഇങ്ങനെ ദൈവാത്മാവിൽ കാണിച്ചു. കർത്താവിന്റെ ദാസർ ഹല്ലേലൂയ സ്തോത്ര ആ നമ്പറിൽ ഹല്ലേലൂയ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു നമ്പർ, നിങ്ങളൊരു പെൺകുട്ടിയാ എന്ന് ദൈവാത്മാ അങ്ങനെ എന്നോട് ഫോൺ വിളിച്ചപ്പം എങ്ങാണ്ടെന്നൊരു ചെറുക്കൻ വിളിച്ചിട്ട് നിങ്ങളെ ദൈവാത്മാവ് പറഞ്ഞു നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുവോ? എങ്ങനെ വിശ്വസിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കറുത്തതാണ്, എന്നെ കാണാനൊന്നും കൊള്ളത്തില്ല, എന്നെ ഒന്നിനും എനിക്ക് ഒരു കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സ്തോത്രം, നിങ്ങൾക്ക് കാലുണ്ടോ, കണ്ണുണ്ടോ, കൈയുണ്ടോ, ഇതൊന്നും എനിക്കറിയണ്ട, ദൈവാത്മാവ് പറഞ്ഞു നിങ്ങളെ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസൻ എന്നെ തേടി പിടിച്ചു വന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ പപ്പായോട് പറഞ്ഞു, ഇങ്ങനെ ഒരാള് വിളിച്ചു, ഹല്ലേലൂയ, എന്നെ വീട്ടിൽ കല്യാണം എന്ന് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് വളരെയേറെ യാകുല, കാരണം ഈ കാലങ്ങളും തളർന്ന് എന്നെ ആര് വിവാഹം കഴിക്കും? സ്തോത്രം. എന്നാൽ കർത്താവ് പപ്പായോട് പറയുക, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ സ്തോത്ര ഹല്ലേലൂയ എന്നെ തേടി പിടിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമക്കളെ സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഞാൻ ഈ കാലെ പ്ലാസ്റ്റർ ഇട്ട് എടുക്കുന്ന സമയത്ത് എന്റെ കാലിൽ പ്ലാസ്റ്റർ കൊണ്ട് കയറി ബ്ലഡ് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇന്നേക്ക് 2010 ഹല്ലേലൂയ 6ാം മാസം നിന്റെ വിവാഹത്തിന്റെ കാര്യം ക്രമീകരിക്കും. അതൊരു ദൈവദാസനായിരിക്കും. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു മകനെ തരും, അവൻ അഭിഷിക്തനായിരിക്കും, അവൻ അഭിഷേകം എന്ന് പേരിടവന്ന്. ഹല്ലേലൂയ. സാറ കുഞ്ഞ് ചിരിച്ചെങ്കിൽ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഞാൻ അതിലേറെ ചിരിച്ചു. കാരണം സ്തോത്രം, എനിക്ക് വേണ്ടി ആര് വിവാഹം ആലോചിക്കും? ഹല്ലേലൂയ. എന്നെ ആര് വിവാഹം കഴിക്കും? സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ വാഗ്ദത്തങ്ങളെ ഞാൻ മറന്നുപോയി ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തം പറഞ്ഞതുപോലെ അവൻ വാഗ്ദത്തങ്ങളെ വിശ്വസ്തനാ. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല. ഈ ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിങ്ങളോട് പലരോടും ദൈവം ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞത്. അതികൾ ഘടക ജോസഫ് എന്ന് പറയുന്ന ഒരാള്, ജോസ് എന്ന് പറയുന്ന ആള് കർത്താവ് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഹല്ലേലൂയ 6ാം മാസത്തിനുള്ളിൽ ദൈവ വാഗ്ദത്തം നിറവേറ്റ നിന്റെ തലയെ ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഘടകരകൾ
മാനസികമായി ഭാരപ്പെടുന്ന, മാനസികമായി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന രോഗങ്ങളെ ഇട്ട് കർത്താവ് ഭാരപ്പെടുത്തുന്ന കർത്താവ് വ്യക്തി ജീവിതങ്ങളെ ദൈവം ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ദൈവം തൊടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന സ്തോത്രം ദൈവങ്ങളെ. അങ്ങനെ ഹല്ലേലൂയ എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ വാഗ്ദത്തം കേട്ട് മറന്നുപോയി, സ്തോത്രം ചെയ്യുന്നു. അനേക വിവാഹത്തിന്റെ കാര്യങ്ങൾ വന്നപ്പോ ഹല്ലേലൂയ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി, എന്തെല്ലാം പറയും, എങ്ങോ കേട്ട് കളിപ്പീരായിരിക്കും, ആരോ പറഞ്ഞത് അനേക കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്തോത്രം ചെയ്യുന്നു. വളരെ വേദനാജനകമായ വാക്കുകൾ കേട്ടപ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ സന്നിധി ഹല്ലേലൂയ വളരെയേറെ കരഞ്ഞു. 99% ഒരു കുഴപ്പമില്ലാത്ത ഒരു ചെറുക്കനെ കിട്ടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 99% ഒരു കുഴപ്പമില്ലാത്ത ഒരു ചെറുക്കനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരും എന്നെ സ്നേഹിക്കുന്നവരും ഒക്കെ പറഞ്ഞപ്പോ ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ എടുത്തുകൊണ്ട് എന്റെ കട്ടിലേക്ക് ഞാൻ വലിഞ്ഞു കയറി എന്റെ നെഞ്ചിലേക്ക് ഞാൻ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അപ്പാ അപ്പാ 99% ഒരു കുഴപ്പമില്ലാത്ത ചെറുക്കനെ കിട്ടത്തില്ലെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ നിനക്ക് 1% ഉണ്ട് കർത്താവേ. ലാസർ മരിച്ചിട്ട് എന്റെ ശരീരത്തിൽ ജീവന്റെ അംശങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ ജീവനെ വിളിച്ചു വരുത്തിയ ദൈവമേ നിനക്കതിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. സ്തോത്രം. ഞാൻ വാഗ്ദത്തങ്ങളും മറന്നുപോയി. അനേക കഷ്ടങ്ങൾ എന്റെ വാഗ്ദത്തങ്ങളെ മൂടിക്കളഞ്ഞു, വേദനകൾ എന്റെ വാഗ്ദത്തങ്ങളെ മൂടിക്കളഞ്ഞു. എന്നാൽ കുഴിച്ചിട്ടതിനെ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ഭൂമിക്കടിയിൽ കിളർക്കുന്ന വിത്തുകൾ നിന്റെ കണ്ണുനീരിനെ കിളർപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ ഇന്ന് പകല് പലരും കരഞ്ഞിട്ട് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ മറന്നുപോയ പ്രാർത്ഥന വിഷയങ്ങളെ കർത്താവ് ഹല്ലേലൂയ കിളർപ്പിക്കാൻ പോകുക. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ ദാസൻ തേടി പിടിച്ചെന്നു. എന്റെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അപ്പ എന്റെ വിവാഹം ഹല്ലേലൂയ ആരും ഇതെങ്ങനെയാ എന്താ സംഭവിക്കാൻ പോകുന്നൊന്നും അറിയത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞു. അല്ലെങ്കിൽ മനുഷ്യനേകനായിരിക്കുന്ന കണ്ടിട്ട് നന്നല്ല. ഹല്ലേലൂയ സ്വകേകായിയായവളെ കുടുംബത്തിൽ വസിക്കുമാറാക്ക്. അന്ന് രാത്രി 12 മണിക്കൊക്കെ ദൈവത്തിന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ ശേഷം തലമുറ ഉണ്ടാകത്തില്ല എന്നായി. കാരണം ഇരുകാലുകൾ തളർന്ന് അരക്കിതാവശ്യം നടന്ന് എനിക്ക് തലമുറ ഉണ്ടാകത്തില്ല എന്ന് എല്ലാവരും വിധി എഴുതി. ഹല്ലേലൂയ മാസങ്ങൾ കടന്നുപോയി. 6 മാസമായി, 7 മാസമായി, 8 മാസമായി, 9 മാസമായി എല്ലാരും ചോദിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എല്ലാരും കർത്താവിന്റെ ദാസനെ കഴിച്ചു. അവൻ ഹിന്ദു മാർഗത്തിന് വിശ്വാസത്തിലും വന്നു. കാല് വയ്യാത്തൊരു പെണ്ണിനെയും കെട്ടി അവന്റെ തലമുറയും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഞാൻ പറയട്ടെ, ദേവദാസൻ ഇപ്പൊ ഇവിടെ എന്റെ അടുത്തില്ല. ഇത് ഫ്രൈഡേ ആണല്ലോ. അപ്പൊ രാവിലെ കർത്താവിന്റെ വേല ചെയ്യുന്നത് കോട്ടയം ചാമമ്പതാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പോകുവാനായിട്ട് റെഡിയാകുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഭയങ്കരമായ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു ദൈവദാസന. നല്ല പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ സാക്ഷിയുള്ള ഒരു മനുഷ്യനാ. ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസനും എന്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവമക്കളെ ഞാനൊരു പടം വെട്ടിയില്ലേലിയ. കാരണം ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? ഹല്ലേലൂയ തലമുറ ഉണ്ടാകത്തില്ല. എല്ലാവരും കളിയാക്കാനായി തുടങ്ങി. ഞാൻ ഹല്ലേലൂയ ഒരു കുഞ്ഞിന്റെ പടം എന്റെ ഈ ബൈബിളിനകത്ത് വെട്ടി വെച്ചിട്ട് ഞാൻ അതിലിങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ടപ്പോൾ എന്റെ അച്ഛനെ വന്നിട്ട് ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കുന്നതെന്നപ്പോ ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ പടം കാണിക്കാൻ ഒരു മടി എനിക്ക്. കാണിച്ചിട്ട് പറഞ്ഞു, കണ്ണിട്ട് പറഞ്ഞു, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരും. നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ വൈകിട്ടും കർത്താവ് നമുക്ക് കുഞ്ഞിനെ തന്നതിനായി സ്തോത്രം പറയാൻ പറഞ്ഞു. ദൈവമക്കളെ ഞാൻ ഈ കുഞ്ഞിന്റെ ഞാൻ മെഡിസിൻ കഴിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ എനിക്ക് കുഞ്ഞിനെ തന്നതിനായി സ്തോത്രം. കർത്താവേ എനിക്ക് കുഞ്ഞിനെ തന്നതിനായി സ്തോത്രം പറയാനായി തുടങ്ങി. ഹല്ലേലൂയ ഒരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് കർത്താവിന്റെ ദാസനും 21 ദിവസം ഹല്ലേലൂയ ഞാനും കർത്താവെ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം കർത്താവ് ഹല്ലേലൂയ ഞാൻ പ്രഗ്നന്റ് ആകുവാൻ തക്കവണ്ണം ദൈവം ഇടയായി തീർന്നു. ഹല്ലേലൂയ പ്രഗ്നൻസി സമയം ആരും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആരും താങ്ങാനില്ലാതെ സ്തോത്രം വളരെയേറെ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. വിശന്നിട്ട് ഞാൻ ബാത്റൂമിലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. റേഷനരി ഭയങ്കരമായി കഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ നല്ല ആഹാരം കഴിക്കാനൊക്കെ എനിക്ക് കൊതിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ അതിനുള്ള ഇതൊന്നുമില്ലായിരുന്നു ഞങ്ങളെ. ഹല്ലേലൂയ പലപ്പോഴും കർത്താവിന്റെ ദാസന് കിട്ടുന്ന നന്മ പോലും കർത്താവിന്റെ ദാസനെ എടുക്കത്തില്ലായിരുന്നു. കാരണം അത് കർത്താവിന്റെ വേലയ്ക്കെന്ന് പറഞ്ഞ അനേക ദൈവദാസന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ മീറ്റിങ്ങുകൾ നടത്തി
നടത്തുവാനും ഒക്കെയും കർത്താവിനു നല്ല ഹല്ലേലൂയ വളരെ കഷ്ടതയുടെയും പട്ടിണിയുടെയും ഒക്കെ നടുവിൽ ഹല്ലേലൂയ ഒത്തിരി ആഹാരങ്ങളൊക്കെ കഴിക്കാൻ കൊതിയായിരുന്നു. സ്തോത്രം. നല്ല വസ്ത്രങ്ങൾ ഇടാൻ കർത്താവെ കൊതിയായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ചോദിച്ചു, ഹല്ലേലൂയ എല്ലാരും ചോദിച്ചു നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞത് ആ വാക്കിൽ ഒരിക്കലും കോട്ടം വരുത്തുവാൻ ഞാൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അവരുടെ കഷ്ടങ്ങളും ഭാരങ്ങളും ആരോടും പറയത്തില്ലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് തലമുറയെ തന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു എപ്പോഴും വീൽ ചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവന് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടാകും, കുഞ്ഞിനെ കളഞ്ഞോളാൻ പറഞ്ഞു. അവൻ ഉണ്ടയായി പോകുമെന്ന് പറഞ്ഞു. അവന് നീളം വെക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പരിമല ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെയും പറഞ്ഞു. കാരണം ഫുൾ ടൈം വീൽ ചെയറിൽ ഇരിക്കുന്നു. കട്ടിലേന്ന് വീൽ ചെയറിൽ ഇരിക്കും, വീൽ ചെയറിൽ കട്ടിലേക്ക് കയറും, അല്ലെങ്കിൽ വീൽ ചെയറിൽ ബാത്റൂമിനകത്ത് ഹസ്ബൻഡ് എടുത്തിരുത്തും. ഹല്ലേലൂയ സ്തോത്രം. വേറെ ആരും നോക്കുവാനില്ലായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രായമായതുകൊണ്ട് ആർക്കും അങ്ങനെ നോക്കുവാനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്ന കുഞ്ഞുണ്ടയായി പോകുന്നു പറഞ്ഞെടുത്ത അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞാനോ ബലഹീന, എന്റെ കുഞ്ഞു നീളം കുറഞ്ഞു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ സ്തോത്രം. ഡോക്ടേഴ്സ് കളഞ്ഞോളാം പറഞ്ഞെടുത്ത് കർത്താവ് തന്നതായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ സ്തോത്രം. നീളം വെക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവമക്കളെ നിങ്ങൾ ആരും അവരെ കണ്ടില്ലല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് 6.4 സെന്റിമീറ്റർ നീളമായി അവനെ. ഹല്ലേലൂയ. 13 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവൻ വലിയവനായ ദൈവ ഇപ്പൊ നീളം വെക്കല്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന പാന്റ് ഷർട്ടും ഒക്കെ കടയിൽ ചെന്ന കിട്ടാൻ വയ്യാത്ത അവസ്ഥയാ. അതുപോലെ നീളമായി. സ്തോത്രം ചെയ്യുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് സമയം എന്റെ കയ്യിൽ വാച്ചില്ലാത്തത് കൊണ്ട് സമയം കഴിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. ദൈവമക്കളെ സ്തോത്രം. വാച്ചിന്റെ കയ്യിലുണ്ട് കേട്ടോ, ഓടുന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് കുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. തലമുറകളെ തരില്ല എന്ന് പറഞ്ഞെടുത്ത ദൈവം ദാനമായി തന്നു. സ്തോത്രം ചെയ്തു. അനേക കഷ്ടങ്ങളിൽ കൂടെ ഭാരങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. അവിടെ എല്ലാം ദൈവത്തിന്റെ കരം താങ്ങി. ഹല്ലേലൂയ. ഭാരപ്പെടരുത് നീ, ഹല്ലേലൂയ. സങ്കടപ്പെടരുത് നീ, ഹല്ലേലൂയ. അവന്റെ സൃഷ്ടിയൊക്കെയും വെറുതെ ആകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അനേക കഷ്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നു, അനേക സാക്ഷികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. വേദനയുടെ നാളുകളായിരുന്നു. കാലെ പിടിച്ച് നടക്കുമ്പോ എന്റെ അടുത്ത് കാലിന്റെ ഹല്ലേലൂയ ദശ മുഴുവനും ചുളുങ്ങിയിട്ട് അതിനകത്ത് മുഴുവനും കാര പോലത്തെ കുരുക്കൾ വരും. ഹല്ലേലൂയ. കുരുക്കളെ പിടിക്കുമ്പോ അത് പൊട്ടി ചോര ഇങ്ങനെ ഒലിക്കും. ഭയങ്കരമായ നീറ്റലുകൾ. ഹല്ലേലൂയ. വെള്ളം ഒഴിക്കുമ്പോ ഭയങ്കരമായ നീറ്റലുകളോടെ അനുഭവിച്ചു പോയി അനേകം നാളുകൊണ്ട്. ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവഭാഗ്യം തന്നു. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും കേരളത്തിന്റെ ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി അതിശക്തമായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായ കർത്താവ് ഞാൻ പറഞ്ഞതുപോലെ കോട്ടയത്തിന്റെ ചാമമ്പതാൽ എന്ന പ്രദേശത്ത് ഷാരോ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകരായ കർത്താവിന്റെ വേല ചെയ്യുന്നു. കാലിപ്പേസിന്റെ ഷൂ ഇട്ട് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വീട്ടിലെ വീൽ ചെയറാണ്. കർത്താവ് നമ്മളെ ധാരാളമായിരിക്കട്ടെ. ഇത്രയും സമയം ഹല്ലേലൂയ സ്തോത്രം. ഇനി ഈ സമയം അനുവദിച്ചെന്ന മാറ്റങ്ങളിലൂടെ നമ്മുടെ ഗ്രൂപ്പിനോട് ഇതിനെ പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി താടിരുന്നു കൊള്ളുന്നു. ആമേൻ. സ്തോത്രം.